ഗുഡ് മോർണിംഗ് എവറി വൺ. ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്ന് സൺഡേയിലെ നമ്മുടെ സെഷനിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഇന്ന് നമ്മുടെ സെഷനിൽ നമ്മൾ ഒരു ഗസ്റ്റിനെ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഗസ്റ്റിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. ഇന്ന് ഇറ്റ്സ് മീ റിയൽ മീ എന്ന് പറയുന്ന സെഷനാണ്. ഹോപ്പ് യു ഗൈസ് ആർ എക്സൈറ്റഡ്, റെഡി ആൻഡ് എക്സൈറ്റഡ്. ജസ്റ്റ് ലെറ്റ് മീ നോ. ആർ യു റെഡി ആൻഡ് എക്സൈറ്റഡ്? ജസ്റ്റ് ലെറ്റ് മീ നോ. യെസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ നമ്മളുടെ ഗസ്റ്റിനെ നമുക്ക് വിളിക്കാം. സോ നിങ്ങൾ എല്ലാവരും റെഡി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ റെഡി ആണെന്ന് വെച്ചാൽ ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് കപ്പാസിറ്റിയുള്ള വ്യക്തിയാണ് നമ്മളുടെ സുബൈദ മാം ആണ് ഇന്ന് വന്നിരിക്കുന്നത്. ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിട്ട് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. നൗ ഐ ആം ബാക്ക്. സോ സുബൈദ മാം, ആർ യു ദേർ? ഹോപ്പ് യു ആർ റെഡി. യെസ്. All right. Thank you so much, ma'am, for being here. So first of all, നമുക്ക് സംസാരിക്കാനുള്ളത്, ഇതിന് മുൻപ് പ്രാവശ്യം നിങ്ങൾ മാം ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളതാണ് അല്ലേ? കോഴ്സ് കഴിഞ്ഞതിന് ശേഷം. ഇന്നിപ്പം അഡ്വാൻസ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം വരുന്നൊരു ഗസ്റ്റ് കൂടിയാണ് നിങ്ങൾ. സോ സ്വാഭാവികമായിട്ടും മാമിൻ്റെതായിട്ടുള്ള ആ ഒരു സ്റ്റോറി ഷെയർ ചെയ്യാനുണ്ടാകും. സോ ലെറ്റ് മീ നോ വാട്ട് ഈസ് യുവർ സ്റ്റോറി. അഡ്വാൻസ് പ്രോഗ്രാമിന് വരാനുള്ള റീസൺ എന്താണ്? അതേപോലെ തന്നെ ആ ഒരു അഡ്വാൻസ് പ്രോഗ്രാം ഏതെല്ലാം രീതിയിൽ നിങ്ങളെ ചേഞ്ച് ചെയ്തു എന്നുള്ളതും കൂടെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം പലർക്കും നിങ്ങൾക്ക് എത്രത്തോളം വലിയ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പലർക്കും ഡെപ്തിൽ മനസ്സിലായിട്ടുണ്ടാവില്ല. സോ ലെറ്റ്സ് ബിഗിൻ ദാറ്റ് സ്റ്റോറി. ഫസ്റ്റ് ആദ്യം ഈ ബേസിക്കിൽ വരുന്നതിന് മുൻപ് തന്നെയുള്ള അവസ്ഥകളെ കുറിച്ച് ഒന്ന് സംസാരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, അഡ്വാൻസിന് ഇതിലേക്ക് വരാം. പറഞ്ഞോളൂ. എൻ്റെ പേര് സുബൈദയാണ്. ഞാൻ വരുന്നത് കോട്ടക്കൽ നിന്നാണ്. ഒരു വല്ലാത്ത ജീവിത പ്രതിസന്ധി ആയിരുന്നു ഈ കോഴ്സിലേക്ക് വരുന്നതിന്റെ മുമ്പ്. അത് ഞാൻ ഒരിക്കൽ ഇറ്റ്സ് മീ റിയൽ മീയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണ്. എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമുക്കൊരു എൻജോയ് ചെയ്യാനുള്ളതാണ് ഈ ഭൂമി. അത് നമുക്ക് നമ്മളെ കുട്ടിക്കാലവും നമ്മുടെ അഡൾട്ട്സ് പീരീഡും നമ്മൾ വളരെ എൻജോയ് ചെയ്ത് ജീവിതം മുന്നോട്ട് പോകും. പിന്നെ നമ്മൾ കുടുംബജീവിതത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ നമ്മളെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ആ കാലഘട്ടത്തിൽ നമ്മളെ എനർജി നമ്മുടെ ശരീരത്തിൽ നല്ല ബോഡി ഫിറ്റ് ആയിരിക്കുന്ന സമയത്ത് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അതിനെ ബോൾഡായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. നമ്മൾ വീക്കായി കുറേ നെഗറ്റീവ് തോട്ട്സുകൾ ഇങ്ങനെ കടന്ന് നമ്മൾ എന്തായി മാറുന്നു, ബോഡി വീക്കായിക്കൊണ്ടിരിക്കും. അങ്ങനെ വീക്കായി ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം ഞാൻ ആ ഘട്ടം കടന്നു പോയതുകൊണ്ട് എനിക്കത് പറയാൻ കിട്ടുന്നില്ല, ആ ഒരു രംഗം എന്താന്നുള്ളത്. അത്രയ്ക്കും എന്താ പറയാ, മടുത്തു എന്ന ലെവലിൽ നിന്ന് ഒരു എന്താ പറയാ, ഒരു വെളിച്ചം എനിക്ക് ഒരു ഡിസംബർ 24-ാം തീയതി മുതൽ കിട്ടിത്തുടങ്ങി. അവിടെ നിന്നാണ് ഞാൻ ലൈഫ് എന്താണ് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ പ്രയാണം ഒരു 3 മാസക്കാലം മുന്നോട്ട് പോയി. EFTയിലൂടെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ, എല്ലാ പ്രതിസന്ധികളെയും ഞാൻ അവിടെ വെച്ച് തരണം ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ആ ഒരു സമയത്താണ് ഈ അഡ്വാൻസ് എന്ന് പറയുന്ന ഈ ഒരു ട്രെയിനിങ്ങിനെ കുറിച്ച് സാറുടെ ക്ലാസ്സിൽ ഇങ്ങനെ കേൾക്കുന്നത്. ആദ്യമായിട്ടാണ് ഇതിനെക്കുറിച്ച് ഞാൻ വേറെ പിന്നെ ആളുകളുടെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ഈ അഡ്വാൻസിനെ കുറിച്ച് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഇതെന്താണെന്നുള്ളത്. അത് നമ്മൾ ചിന്തകളാണല്ലോ അങ്ങോട്ട് എത്തിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിനെ തിരഞ്ഞെടുക്കുന്നത്. ഇതിലിരിക്കുന്നവരൊക്കെ അങ്ങനത്തെ ഉള്ളവർ തന്നെയാണ്. ആരും വെറുതെ വന്ന് കയറിയിരിക്കുന്നവരല്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് നികത്താൻ പറ്റാത്ത, നമ്മൾക്ക് ആരോടും പറഞ്ഞാലും ഒരു പരിഹാരം കിട്ടാത്ത പ്രശ്നങ്ങൾ കാരണം നമ്മുടെ മനസ്സും അതോടൊപ്പം നമ്മുടെ ശരീരവും വീക്ക് ആയിക്കൊണ്ട്
നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഈ മെമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മുടെ ലൈഫ് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളിടത്ത് നിന്ന് നമ്മൾ നന്നായി ചിന്തിച്ച് ഈ ലെവലിൽ എത്തിയപ്പോ എന്നെ സംബന്ധിച്ച് എനിക്ക് മുന്നേ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചൊന്നും ഇപ്പൊ പറയാൻ അവിടെ സീറോ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ എനിക്കൊന്നും കിട്ടുന്നില്ല ഇപ്പൊ. എത്രത്തോളം ഞാൻ എൻ്റെ ലൈഫിനെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഞാൻ പറഞ്ഞു എനിക്ക് ഈ അഡ്വാൻസിനെ കുറിച്ച് ഒരു വിവരണം കിട്ടുന്നതും. പക്ഷെ എനിക്ക് ആ ഒരു ഘട്ടം എന്ന് പറയുന്നത് അഡ്വാൻസിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം. ഞാൻ അന്ന് സാറോട് പറഞ്ഞു, ലാസ്റ്റ് മൂമെന്റിലാണ് സാറോട് പറഞ്ഞു നിങ്ങൾ അഡ്വാൻസിലേക്ക് വരാൻ എനിക്ക് വിഷ്വൽ ചെയ്യണം. ഞാൻ പറഞ്ഞ ആ ഒരു സന്ദർഭത്തിൽ തന്നെ ഒരു വൈകുന്നേരമാണ് നെജില വിളിക്കുന്നതും ഞാൻ ഇതിലേക്ക് വരുന്നത്. വരാനുള്ള കാരണം എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തപ്പോഴും ഒന്ന് രണ്ട് പ്രതിസന്ധികൾ അവിടെ ഇങ്ങനെ നിലനിൽക്കുകയാണ്. അത് എന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനത് എന്റെ മനസ്സിൽ നിന്ന് അത് ഒന്ന് മാറിക്കിട്ടണം എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ അഡ്വാൻസിലേക്ക് വന്നത്. എനിക്ക് വീട്ടിൽ നിന്ന് ഒരു സമ്മർദ്ദം, കാരണം പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അവരുടെ സപ്പോർട്ട് ആരുടെയും കിട്ടിയിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് എല്ലാവരും പറഞ്ഞു പോയിക്കോളൂ. കാരണം ആ സമയത്ത് വീട്ടിൽ ആരും ഇല്ല, മക്കളെടുത്ത ആളില്ല, ഹസ്ബൻഡ് എടുത്ത ആളില്ല, ആരും ഇല്ല. അവർക്ക് ഫുഡ് അവരുടെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല. ഒരു 3 ദിവസമല്ലേ എനിക്ക് വേണ്ടി ഞാൻ ഇവിടെ നിന്ന് മാറുകയാണ് എന്നുള്ള ഒറ്റ വാക്ക് കൊടുത്തു. എല്ലാവരും തന്നെ ഓക്കെ. ഞാൻ അവിടെ എങ്ങനെ എത്തി എന്നൊന്നും എനിക്കന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എനിക്ക് എത്തിപ്പെടാൻ മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. എങ്ങനെ ഞാൻ കോഴിക്കോട് എത്തും എന്നതിനെ കുറിച്ച് എനിക്കൊരു ധാരണയില്ല. കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ എങ്ങനെ എത്തും എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്താന്നറിയില്ല, എന്നെ വീട്ടിൽ നിന്ന് പിന്നെ ഒരു സ്ഥലത്ത് എത്തിച്ചു തന്നു. അവിടുന്ന് ഒരാൾ എന്നെ എടുത്ത് ആ ഒരു പൊസിഷനിലേക്ക് എന്നെ എത്തിച്ചു തന്നു. ആ ഒരു പ്ലാറ്റ്ഫോമിൽ, അതായത് ആ നടക്കുന്ന ആ ഒരു ഫ്ലാറ്റിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് ഇപ്പൊ ആലോചിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഡ്രാമ പോലെയാണ് കാണുന്നത്. അപ്പോ ആ ഒരു പ്രശ്നം എനിക്ക് അവിടെ വെച്ച് തന്നെ റിലീസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. അത്രത്തോളം നമ്മളെല്ലാവർക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രയാസങ്ങൾ ഉണ്ടാവും. നമ്മൾ ആ പ്രയാസങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്യുന്നിടത്താണ് നമ്മൾ രക്ഷപ്പെട്ടു നിൽക്കുക. അപ്പോ എനിക്കിപ്പം ഞാൻ ഈ കോഴ്സിലേക്ക് വരുന്നതിന്റെ മുമ്പുള്ള ഒരു പ്രശ്നവും ഇന്ന് എനിക്ക് ഇപ്പോ എന്റെ മുന്നിലില്ല. അതുകൊണ്ട് ആ പ്രശ്നങ്ങളെ കുറിച്ച് എനിക്ക് പ്രകീർത്തിച്ച് പറയാൻ കഴിയില്ല. അങ്ങനെ അതൊക്കെ റിക്കവർ ചെയ്ത് വന്നതുകൊണ്ട് ഇപ്പൊ ഞാൻ ഹാപ്പി ആയിട്ട് ഇങ്ങനെ എന്റെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് പറഞ്ഞോളൂ. ഓൾ റൈറ്റ്, താങ്ക് യു സോ മച്ച് മാം. അതായത് നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും സംഗതികളും എല്ലാം ക്ലിയർ ചെയ്തു. അതിനുശേഷം ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ പുതിയൊരു ജീവിതത്തിലേക്ക് വന്നു. ഇനി ഈ ഹീലിംഗ് ജേർണിയിൽ പ്രത്യേകിച്ച് പ്രധാനമായിട്ടും മാം പഠിച്ച ഒരു പാഠം എന്താ? പ്രധാനമായിട്ടും പഠിച്ചിട്ടുള്ള ചില പാഠങ്ങൾ, ഒരുപാട് പാഠങ്ങൾ ഉണ്ടാവാം, പക്ഷെ എന്നാലും തിരിച്ചറിവിന്റെ ഒരു വലിയൊരു പാഠം ഉണ്ടാവില്ല. കാരണം മാമിന്റെ സ്റ്റോറി എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പല രീതിയിലുള്ള ചലഞ്ചസിലൂടെ കടന്നുപോയിട്ടാണ് ഇതിലേക്ക് എത്തിയത്. ഒരുപാട് കാലത്തെ മാറാതെ നിന്നിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാകും, ഒരു വലിയൊരു തിരിച്ചറിവ് ഉണ്ടാകും. ഒരു 360 ഡിഗ്രി ഷിഫ്റ്റ് എന്നൊക്കെ പറയുന്ന രൂപത്തിൽ തിരിച്ചറിവുണ്ടാകുന്നു. എന്നിട്ട് അത് വലിയ രീതിയിൽ ഒരു മാറ്റത്തിന് കാരണമാകും. സോ വാട്ട് ഇസ് ലേണിംഗ്? ഏറ്റവും പ്രധാനപ്പെട്ട ലേണിംഗ് എന്താ? മാം പഠിച്ച ഒരു ലേണിംഗ് എന്താ? ഇത്രയും വലിയ ഷിഫ്റ്റ് ഉണ്ടാകണം എന്നുണ്ട് എങ്കിൽ മറ്റുള്ളവർക്ക്, ഒരുപാട് ആൾക്കാർക്ക് ലിഫ്റ്റ്, നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർ തന്നെ, ബേസിക് ആയിക്കോട്ടെ അഡ്വാൻസ് ആയിക്കോട്ടെ, പല ആൾക്കാരും. അപ്പം ഇത്രയും വലിയ ഷിഫ്റ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്താണ് പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ലേണിംഗ് നിങ്ങൾ പഠിച്ചത്? ഞാൻ പഠിച്ചതിൽ ഏറ്റവും വലുത് എല്ലാവർക്കും പുറത്തു കൊടുക്കുക. നമ്മള് എല്ലാവരോടും എല്ലാവരും നമ്മൾക്കെതിരായിട്ട് നിൽക്കുന്നുണ്ടാവും. നമ്മൾക്കെതിരായിട്ട് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും നമ്മളെ സെൽഫിന് വേണ്ടി, നമ്മളെ സോളിന് വേണ്ടി എല്ലാവർക്കും പുറത്തു കൊടുക്കും. എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറും. അങ്ങനെ നിൽക്കുമ്പോ നമുക്ക് നമ്മളോട് ആർക്കും ഒരു വെറുപ്പില്ല. ഞാനൊരു 10-30 സ്റ്റാഫിന്റെ ഇടയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ മുന്നേ എങ്ങനെയായിരുന്നു എന്നുള്ളത് അവരോട് ഇപ്പൊ ചോദിച്ചാൽ കൃത്യമായിട്ട് അവരുടെ ഫീഡ്ബാക്ക് കിട്ടും.
ഇപ്പൊ ഞാൻ എന്താന്നുള്ളത്. അല്ല ഞാന് ഒരു ഓഫീസ് എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെ കുറിച്ച് ഒരു അവയർനെസ് ഇല്ലാതെ എന്തൊക്കെയോ കുറെ കാട്ടിക്കൂട്ടി പോയിരുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്ന സ്ഥിതിക്ക് ഇപ്പോ അവരെന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തൊട്ടറിയാൻ പറ്റുന്നു. അപ്പൊ അതാണ് നമ്മൾ അങ്ങോട്ട് എല്ലാവരെയും സ്നേഹിക്കുക, അകമഴിഞ്ഞ് സ്നേഹിക്കുക. അപ്പൊ നമ്മളെല്ലാവരും കൂടെ സ്നേഹിക്കും. അതുപോലെ തന്നെ നമ്മളെ മനസ്സിനകത്ത് ആരോടും ഒരു വെറുപ്പോ വിദ്വേഷമോ പകയോ ഒന്നും കൊണ്ട് നടക്കാതിരിക്കും. എല്ലാവർക്കും ഫോർഗീവ് ചെയ്തു കൊടുക്കുക. എല്ലാം എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അലല്ലാഹി തവക്കൽ വയിലേക്ക്, അത്രയേ ഉള്ളൂ ഇതില്. അതിന്റെ ഭാഷാർത്ഥം എന്താന്നുള്ളത് അറിയുന്ന എല്ലാം ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുക. നമ്മൾ സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവത്തിനറിയാം എങ്ങനെയാണ് നിന്റെ ലൈഫ് മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ അതത് നടക്കും. ലൈഫിൽ വരേണ്ട എല്ലാ കാര്യങ്ങളും നടക്കും. ഇതൊക്കെ ദൈവം കണക്കാക്കിയതാണ്. ഇങ്ങനെയൊക്കെ വരും, ഇങ്ങനെയൊക്കെ നടക്കും. അത് അതിന്റെ വഴിക്ക് പോവുക, നമ്മളെ വഴിക്ക് പോവുക. അപ്പൊ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് നടക്കും. നമ്മൾ എന്തൊരു പ്രശ്നങ്ങൾ വരുമ്പോഴും ആ പ്രശ്നത്തിൽ മാത്രം ഊന്നൽ കൊടുക്കുമ്പോഴാണ് നമ്മൾ ആകെ വീക്കായി പോകുന്നത്. നമ്മൾ അതിൽ നിന്ന് എമർജ് ചെയ്യുമ്പോൾ കുറച്ച് പാടാണ്. അതിൽ നിന്ന് എമർജ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസം ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ ബോൾഡായിട്ട് നമ്മൾ മനസ്സിൽ കയ്യിൽ പിടിച്ചാൽ മാത്രമാണ് ഏത് പ്രശ്നം. ഞാൻ ഇപ്പോ ഈ ഒരു അഡ്വാൻസ് കഴിഞ്ഞു 2 മാസം ഒരു പ്രയാസവും ഉണ്ടായില്ല. എന്ന് വെച്ചാൽ വളരെ നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോയതിനിടയിൽ ഒരു ചെറിയൊരു വീക്ക്നെസ് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യേണ്ടതാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഇടയ്ക്ക് പനിക്കുക എന്നുള്ളത് പറയുന്നത് അത് നമ്മുടെ ബോഡിയുടെ ഒരു പ്രവർത്തനമാണ്. ആ രീതിയിൽ അതിനെടുത്തു. മറ്റത് ഞാൻ അങ്ങനെ ആയിരുന്നില്ല. എനിക്കൊരു പനി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചെണ്ട കൊട്ടി മൂടും. പനിയാണ് പനിയാണ്, ഞാൻ ലീവാണ് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഞാൻ എന്താന്നുള്ളത് എല്ലാവരും അറിയാൻ വേണ്ടി വന്നത് അവസാനം ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വിടേണ്ടി വന്നു. അതുവരെ ഞാൻ ലീവ് ഒന്നും എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മള് ആരോട് പറയാനും നമുക്ക് എന്താന്ന് ചോദിച്ചാൽ അത് ചെറിയൊരു പനി വന്നു, സാധാരണയല്ലേ, ഇപ്പൊ സീസൺ അല്ലേ. ആ ഒരു മൈൻഡ്, അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു മൈൻഡ് എനിക്ക് കിട്ടി. മറ്റത് ഞാൻ അതായിരുന്നില്ല. എന്ത് വന്നാലും ഞാൻ ഇടക്കിടക്ക് സാറുടെ ക്ലാസ്സിൽ പറയാറുണ്ട്, എന്ത് പ്രശ്നം വന്നാലും അതിന് ആ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ അതിന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നമ്മളെ ഹേർട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് അതിനെ നമ്മൾ പർവ്വതീകരിച്ച് അതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റി പിന്നെ അതിന്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ നമ്മളിതൊന്നും നടക്കില്ല. നമ്മളെ മൈൻഡ് സെറ്റ് ആവില്ല, നമ്മളെ എനർജി ലോ ആയി പോകും, നമ്മൾ പട തളർന്നു പോകും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം നടക്കേണ്ടത് നടക്കും. വാട്ട് ക്യാൻ ഹാപ്പൻ ബെറ്റർ നടക്കും, അതതിന്റെ വഴിക്ക് വിടുക. സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ലെസൺസ് ഈ പറഞ്ഞ പോലത്തെ ഈ ഒരു എന്താ പറയാ, ദൈവത്തിന് കറക്റ്റായിട്ട് വിട്ടുകൊടുക്കുക, ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് പറയുന്ന ഒരു യെസ്. ലേണിംഗ്. ഇനി അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത്, മാം ഈ പറഞ്ഞിരിക്കുന്ന ചേഞ്ചിന് കാരണമായിട്ടുള്ള ഒരു 3 ശീലങ്ങൾ മാം ഏതെല്ലാം രീതിയിൽ മാറ്റിയെടുത്തിട്ടുണ്ടാകും? പഴയ നിങ്ങളും പഴയ നിങ്ങളിൽ ഉണ്ടാകാതിരുന്ന പുതിയ ശീലങ്ങൾ എന്തായിരിക്കാം കൊണ്ടുവന്നത്? അതിരാവിലെ ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പുതിയ ശീലങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? തെറാപ്പി ചെയ്യുന്നത് ഇപ്പൊ ഫൊർഗീവ്നെസ് ആണെന്ന് പറഞ്ഞു, ഒരു ലേണിംഗ്, വലിയൊരു ലേണിംഗ് പറഞ്ഞ ഫൊർഗീവ്നെസ്സും, അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ ഉം, ഏഹ്, എന്ത് ശീലങ്ങൾ എന്തൊക്കെ മുറുകെ പിടിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ചെയ്യുന്ന ചില കാര്യങ്ങൾ? മെഡിറ്റേഷൻ ഞാൻ ഇതിൽ കയറിയത് മുതൽ ഞാൻ ബെഡിൽ കിടന്നായിരുന്നു ഒരാഴ്ചക്കാലം മെഡിറ്റേഷൻ സ്വയം ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ഈ കാരണം ഞാൻ പറഞ്ഞില്ല, ഈ മെഡിറ്റേഷൻ ഒന്നും വിചാരിക്കരുത്. എനിക്ക് അഡ്വാൻസ് കഴിഞ്ഞതോട് കൂടി നമ്മുടെ നിലവിൽ കിട്ടുന്ന മെഡിറ്റേഷൻ നമുക്ക് എന്താകുന്നില്ല, അത്ര ഇങ്ങോട്ട് അതിലേറെ വൈബായിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്, അഡ്വാൻസ് മെഡിറ്റേഷൻ കിട്ടിയത്. അപ്പൊ ആ ഒരു മെഡിറ്റേഷൻ കിട്ടി വരുന്ന വ്യക്തിക്ക്, അതായത് എന്നും ബിരിയാണി കഴിച്ചിരുന്ന ഒരു വ്യക്തിക്ക് സാദാ ചോറ് കൊടുക്കുമ്പോൾ അത്ര രസം ഉണ്ടാവില്ലല്ലോ. ആ ഇപ്പത്തെ ജനറേഷൻ, പണ്ടത്തെ ജനറേഷന്റെ കാര്യമല്ല പറഞ്ഞു. ഇപ്പത്തെ കുട്ടികൾക്ക് എപ്പോഴും ബിരിയാണിയാണല്ലോ ഇഷ്ടപ്പെടുന്നത്, സാദാ ചോറിനോട് അത്ര താല്പര്യമില്ലല്ലോ. അതുപോലെയാണ്
ആ ഒരു മെഡിറ്റേഷൻ കിട്ടി. ഈ മെഡിറ്റേഷൻ കിട്ടുമ്പോൾ നമുക്ക് അതിന്റെ ഒരു അരികിലൂടെ പോലും ഇത് എത്തുന്നില്ല എന്നുള്ള ഒരു ലെവലിൽ കാണപ്പെടും. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ മൈൻഡ് അത്രയും ലെവലിലേക്ക് ഈ മെഡിറ്റേഷന് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് ഇതിന്റെ ഒരു മെഡിറ്റേഷൻ അജറ മാമിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ കുറച്ച് മെഡിറ്റേഷൻ രൂപപ്പെടുത്തിയിട്ട് അത് കൃത്യമായിട്ട് ഇങ്ങനെ ഞാൻ എൻ്റെ വോയിസ് ഇട്ട് കേൾക്കും ആ മെഡിറ്റേഷൻ. എനിക്കത് കേൾക്കുമ്പോഴാണ് കുറച്ചും കൂടി എൻ്റെ സോളിന് ഒരു എനർജറ്റിക് ആയിട്ട് എൻ്റെ എനർജി കൂട്ടാൻ എനിക്ക് സാധിക്കും. അപ്പോൾ ഒരു ദിവസം പോലും ഞാൻ പിന്നെ നമ്മുടെ മെഡിറ്റേഷൻ മിസ്സായിട്ടില്ല. ആയിട്ടുണ്ടെങ്കിൽ തന്നെ നെറ്റ് ഇഷ്യൂ കാരണം നടന്നിട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ ചെയ്യുന്ന കാര്യങ്ങള് പ്രാക്ടീസ്, സാധാരണ പ്രാക്ടീസിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അഡ്വാൻസിൽ കിട്ടിയിട്ടുള്ള പ്രാക്ടീസ്. അതും ഇതും തമ്മിൽ രാവും പകലിന്റെയും വ്യത്യാസമുണ്ട്. കാരണം നമുക്ക് നമ്മുടെ സോളിന് പെട്ടെന്ന് നമ്മുടെ അണ്ടർലൈൻഡ് കിട്ടാൻ നമുക്ക് സാധിക്കുന്ന രീതിയിലാണ് അവിടുന്ന് കിട്ടിയിട്ടുള്ള ഓരോ തെറാപ്പികളും. അത് നമ്മുടെ ഫോർഗിവ്നെസ് ആവട്ടെ, നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഒരുപാടുണ്ട്. അതെല്ലാം നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രോബ്ലം റിലീസായി കിട്ടുന്ന രീതിയിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ മാക്സിമം ഒരു ദിവസം മോർണിംഗിലും ഈവനിങ്ങിലായിട്ട് 7 തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കും. അത്രയും സമയം എനിക്ക് വേണം. ഒരു മിനിമം എനിക്ക് 2 മണിക്കൂറെങ്കിലും എടുത്താലാണ് ആ ഒരു തെറാപ്പി പൂർണ്ണമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിന്റെ ഇടയിൽ നമുക്ക് പെയിന് വരുമ്പോൾ അതൊക്കെ പെട്ടെന്ന് നമുക്ക് റിലീസായി പോകുന്ന രീതിയിലുള്ള തെറാപ്പി സിസ്റ്റമാണ് നമുക്ക് അഡ്വാൻസിലൂടെ കിട്ടുന്നത്. അത് വേറൊരു വൈബാണ്. അതിപ്പോ നമുക്ക് അതിനെപ്പറ്റി പറഞ്ഞാൽ ഒരിക്കലും അത് എവിടെ എത്തില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ആ ദിവസം എന്ന് പറയുന്നത് എൻ്റെ ഡിഡിയുടെ വിസിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കതിൽ വല്ലാത്തൊരു പ്രയാസം തോന്നുന്നുണ്ട്, എത്തിപ്പെടാൻ കഴിയാത്തത്. ഓൾറൈറ്റ്. തീർച്ചയായിട്ടും മാമന്തിയ നല്ല രീതിയിലേക്ക് വിഷ്വൽ ചെയ്യുക. സ്വാഭാവികമായിട്ടും എൻ്റെ മൈൻഡ് പറയുന്നത് ആ ദിവസം അവധിയായിരിക്കും, കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കും, കാലാവസ്ഥ അതിന് അനുകൂലമായി വരും. ഓക്കെ, ഓൾറൈറ്റ്. സോ വിഷ്വൽ കൊടുത്താൽ മതി, കറക്റ്റായിട്ട് സംഭവിക്കും. ഓക്കെ, എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അടുത്തൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മുടെ അഡ്വാൻസ് പ്രോഗ്രാമിൽ വന്നു. അഡ്വാൻസ് പ്രോഗ്രാമിൽ ഇപ്പം മാം പറഞ്ഞു, അതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. അവിടെ കിട്ടുന്ന തെറാപ്പീസ്, ടോട്ടൽ എത്ര തെറാപ്പീസ് നിങ്ങൾക്ക് ലഭിക്കുന്നു? അവിടെ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് മാമിനെ സംബന്ധിച്ചിടത്തോളം? എന്താണ് ഡേ 1 എന്താണ് സംഭവിച്ചത്? എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് അവിടെ എടുക്കുന്ന? ഇപ്പോ നമ്മൾ ബേസിക് എടുക്കുന്ന ക്ലാസ് എടുക്കുന്ന രീതിയുണ്ട്. ആ ഒരു ക്ലാസ് എടുക്കുന്ന ഒരു മെന്ററെയാണോ, അല്ലെങ്കിൽ എന്താ പറയുക, ഷാഫി മുഹമ്മദിനെയാണോ അവിടെ നിങ്ങൾ കാണുക? വാട്ട്സ് ദ ഡിഫറൻസ്? ഇസ് ദർ എനി ഡിഫറൻസ് ദെയർ? ക്ലാസ് എടുക്കുന്ന രീതിയിലായിക്കോട്ടെ, കോണ്ടന്റിന്റെ നന്മതികളിലായിക്കോട്ടെ, വാട്ട്സ് ദ ഡിഫറൻസ്? അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ സാറ് വേറൊരു വൈബാണ് കേട്ടോ. ഈ കാണുന്ന രീതിയിലേ അല്ല. ആള് നമ്മളോട് പെട്ടെന്ന് ഇടപഴകുന്ന, നമ്മളോടൊപ്പം എല്ലാ കാര്യത്തിലും വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എന്ത് കാര്യങ്ങളും സംസാരിക്കാനുള്ള ഒരു വേദിയാണ്. അവിടെ നമ്മളല്ല, എന്താന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾ 27 പേരുണ്ടായിരുന്നു, ട്രെയിനേഴ്സ് അല്ലാത്തവരും എല്ലാവരും കൂടി. പക്ഷേ എല്ലാവരും ഒരേ മൈൻഡിലായിരുന്നു. അവിടെ ഞാന് ഇന്നാള് മറ്റാള് എന്നതില്ല. നമുക്ക് ആദ്യത്തെ ദിവസമൊക്കെ നമുക്ക് ഫസ്റ്റ് ഡേയില് നമ്മളൊരു പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് ചെല്ലുന്നതാണ്. ചെല്ലുമ്പോൾ ഒരു വലിയൊരു എന്താ പറയാ, ഒരു നിശബ്ദമായ ഒരു ഏരിയ, എന്നാൽ തന്നെ ഒരു സോളിന് ഒരു സന്തോഷം കിട്ടുന്ന ഒരു ഏരിയ. കയറി വന്നാൽ തന്നെ പിന്നെ നമ്മൾ കയറി ഒരു എന്താ പറയാ, നമ്മളങ്ങ് ഇരുന്ന് 2 മണി ആയതുപോലും നമ്മൾ അറിഞ്ഞില്ല. ഫുഡ് വേണം നമുക്ക്, കാരണം നമ്മൾ മോർണിംഗിൽ കൃത്യമായിട്ടുള്ള ഫുഡ് കഴിച്ച് വന്നവരൊന്നും അല്ല. പക്ഷെ നമുക്ക് ഫുഡിനോടൊന്നും അത്ര ഒരു താല്പര്യം ഇല്ലാതെ നമ്മൾ അങ്ങ് ഇരുന്ന് അങ്ങ് പോയി. കാരണം നമുക്ക് അഡ്വാൻസിൽ നമ്മുടെ EFT കോഴ്സിൽ നമുക്ക് ഈ ഓൺലൈനിൽ കിട്ടുന്നത് പോലെ അല്ല അത് അവിടെ പോയി ഇരുന്ന് നമ്മൾ അനുഭവിക്കണം. അനുഭവിക്കുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ കാണുന്നതല്ലല്ലോ ജീവിതം.
നമ്മൾക്ക് ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചപ്പോഴാണല്ലോ ജീവിതം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്. അതുപോലെയാണ് നമ്മൾ അത് അവിടെ പോയി ഇരിക്കണം. ഇരുന്ന് സാറുടെ ഓരോരോ ഭാഗങ്ങളും നമ്മളെ ടച്ച് ചെയ്തുകൊണ്ട് അങ്ങ് പോകും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് നമ്മൾ നന്നായിട്ട് നമ്മളെ ഹേർട്ട് ചെയ്തു. അപ്പൊ നമ്മളാണ് നമ്മുടെ മനസ്സും ഉപബോധ മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്ക് ഓർമ്മയില്ല. നമ്മൾ ഫോൺ പാടെ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയാണ്. നമുക്ക് അത് എടുക്കാനുള്ള അനുമതി പോലും ഇല്ല. അപ്പൊ പിന്നെ നമ്മളെ അലർട്ട് ചെയ്യാൻ ആരുമില്ല. ഒരു മെസ്സേജ് വരുന്നില്ല, ഒരു വിളി വരുന്നില്ല. അപ്പൊ ആരും നമ്മളെ അലർട്ട് ചെയ്യുന്നില്ല. അപ്പൊ എല്ലാവരും ശാന്തമായിരിക്കുന്ന സോളുകളാണ്. എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒരേ മൂഡാണ് അവിടെ. അപ്പൊ അവിടെ ഒരു ചർച്ചയില്ല, ഒന്നുമില്ല, സംസാരമേ ഇല്ല. അതാണ് ഞാൻ അവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചത്. ഏറ്റവും ഒച്ചപ്പാടും ബഹളും വെക്കുന്നവര് പോലും ശബ്ദം പൊക്കാൻ കഴിയാതെ 3 ദിവസം നമ്മള് എന്താ പറയാ, ഈ പിറന്നു വീണ കുട്ടിയെ പോലെ ഇങ്ങനെ തളർന്ന് ഇങ്ങനെ ഇരിക്കും നമ്മളെ മൈൻഡ്. ഒന്നിനോട് നമുക്ക് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും എന്തെന്നെ വന്നാലും നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. വീട്ടിലെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു പ്രയാസം വരുന്നില്ല. നമ്മളെ ജീവിതത്തിൽ ഒന്നും സ്കൂളോ കാര്യം ഒന്നും നമുക്കൊരു പ്രയാസം തോന്നില്ല. അത്രയും സ്മൂത്തായിട്ട് നമ്മളുടെ ആ 1-2 ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസം നമുക്ക് അവിടുന്ന് വിട്ടുപോരാൻ നമ്മളെ മനസ്സും ശരീരവും ഒരിക്കലും അനുവദിച്ചില്ല എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം അത്രയും ഞങ്ങളെ മനസ്സിനെ അവിടെ വെച്ച് പാകപ്പെടുത്തിയെടുത്ത് പിന്നെ അവിടെ നിന്ന് വിട്ടുപിരിയ എന്ന് പറഞ്ഞപ്പോ എന്തോന്നറിയില്ല, വല്ലാത്തൊരു പ്രയാസമായിരുന്നു എല്ലാവർക്കും ഒരുപോലെ. അല്ല, നമ്മൾ 3 ദിവസം കാണുന്ന വ്യക്തികളാണ് ഒരേ റൂമിൽ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ 3 ദിവസം കണ്ട ആ വ്യക്തിയോടുള്ള അറ്റാച്ച്മെന്റ് നമ്മളെ സോൾ അത്രയ്ക്ക് കൊണ്ട് അടുത്തിട്ടുണ്ടാവും. ഇന്നും നമ്മൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടും അവരായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ബന്ധം വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമുക്ക് അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ. അവിടെ ചെല്ലണം. അവിടെ ചെന്ന് നമ്മുടെ പ്രാക്ടീസുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളൊന്ന് മാറ്റിയെടുക്കും. നമ്മൾ നന്നായിട്ടൊന്ന് ഒരു മെഷീനിലിട്ട് വേറൊരു വ്യക്തിയാക്കി നമ്മളെ മാറ്റിയെടുക്കുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും അവിടെ ചെല്ലുമ്പോൾ. നിങ്ങളൊരു പീസായിട്ട് ഇങ്ങനെ സാറ് നമ്മുടെ ആദ്യത്തെ ദിവസം പറഞ്ഞത്, നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു സാധനം തരും. ഞാനൊക്കെ വിചാരിച്ചതിന് എന്തെങ്കിലും കൊണ്ടുപോകാൻ തരുന്നുള്ളത്. എന്താണ് ഈ സാധനം എന്ന് അറിയില്ലല്ലോ. ഞാൻ എന്നിട്ട് പറഞ്ഞും ചെയ്ത് എന്റെ അടുത്ത് ഇരിക്കുന്ന എന്തായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന സാധനം. ഈ സാധനം എന്ന് പറയുന്നത് പീസ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ തിരിച്ചു പോരുമ്പോഴാണ് അറിഞ്ഞത്. എനിക്കറിയില്ലായിരുന്നു എന്താന്ന് കിട്ടാന്ന്. അത്രക്കും നമ്മുടെ എനർജി ഒരു 700-ന്റെ അടുത്തേക്ക് കണ്ട് എത്തിച്ചിട്ടാണ് ഞങ്ങളെ പറഞ്ഞയച്ചത്. പിന്നെ നമ്മളാണ് അതിനെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത നമ്മൾക്കുള്ളതാണ്. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളെ കയ്യിലുള്ളതാണല്ലോ, അത് നമ്മൾ സൂക്ഷിക്കണമല്ലോ. നമുക്ക് മക്കളെ തരുന്നത് ഒരു അമാനത്തായിട്ടാണല്ലോ. അവരെ വളർത്തുന്നിടത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ചെറിയ അപാകത വരുമ്പോഴാണല്ലോ അത് തെറ്റായി മാറുന്നത്. അപ്പൊ അവിടെയാണല്ലോ നമുക്ക് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. അതുപോലെയാണ് നമുക്ക് അവിടുന്ന് ഒരു എനർജി 700-ലേക്ക് എത്തിച്ചു തോന്നുന്നു. ആ എനർജി നമ്മളിങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടേ പോകണം. ഒരു കുഞ്ഞിനെ നോക്കും പോലെ പോകണം. അപ്പോഴാണ് നമ്മളുടെ മനസ്സിനകത്ത് എന്ത് പ്രശ്നങ്ങൾ കടന്നു വന്നാലും അതൊക്കെ അതിന്റെ വഴിക്ക് പോകും എന്ന മൈൻഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് കിട്ടിയത് ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പ്രശ്നങ്ങൾ വരുന്നുണ്ട് കേട്ടോ, പ്രശ്നമൊക്കെ വരുന്നുണ്ട്. പ്രശ്നം വരും, പ്രശ്നം വരാതിരിക്കില്ല. ആ പ്രശ്നത്തെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നിടത്താണ് നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ കോഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഇന്നും ആഗ്രഹിക്കുന്നു. കാരണം നമ്മളിപ്പോ മെയ് മാസത്തിലാണ് കോഴ്സ് കഴിഞ്ഞത്. ഇത് ജൂലൈ എത്തിയിട്ടുള്ളൂ. നമുക്ക് ഇനിയും പോകാൻ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് എത്തിപ്പെടുന്ന തന്നെ വിചാരിക്കുന്നത്. എല്ലാവരെയും ഞാൻ അതിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം നാം മാത്രം മാറിയാൽ പോരാ. എന്റെ വീട്ടിൽ ഞാൻ മാറിയത് കൊണ്ട് എന്റെ മക്കൾ മാറി, ഹസ്ബൻഡ് മാറി. അതാ ഞാൻ പറഞ്ഞു. കാരണം ഇന്ന് എന്ത് പറഞ്ഞാലും എന്റെ മക്കൾ എന്നോട് ചോദിക്കും, മമ്മങ്ങള് ആ ഒരു തോണ്ടലില്ലേ, അങ്ങനെയാ പറയല് മക്കൾ. നിങ്ങൾക്ക് ആ തോണ്ടണ പരിപാടി എപ്പോഴാ തുടങ്ങുക? അപ്പൊ അത്തരത്തിൽ അവരുടെ മൈൻഡിലേക്ക് അത് എത്തിയിട്ടുണ്ട്. ഓരോ ആശയത്തിൽ ഞാൻ
തോണ്ടുകയെന്നാണ്. പക്ഷെ എന്റെ ആശയത്തിൽ അത് തെറാപ്പിയാണെന്നുള്ള അവർക്ക് അറിയില്ല. അപ്പൊ നമ്മൾക്ക് ആര് നമ്മളെ നേർക്ക് ഫൈറ്റ് അടിച്ച് വന്നാലും ചിരിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. മറ്റത് ഞാൻ ആയിരുന്നില്ല അത്. ഞാൻ 4 10 അതിന്റെ ഡബിൾ 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 ആയി മാറുന്നു. ഇതിങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞോ, എനിക്ക് പറയാനുള്ള അവസരം ഉണ്ടോ, ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ. ഇതായി എന്റെ ഭാഷ ഇപ്പൊ. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ എന്തില്ല, ആരെന്ത് പ്രശ്നം വന്നാൽ നമ്മൾ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ അവിടുന്ന് കിട്ടിയത് എന്റെ സോളിനെ പീസാക്കിയിട്ട് ഇങ്ങനെ എന്താ പറയാ, എല്ലാം അരിപ്പയിലെടുത്ത് അരിച്ചരിച്ച് ഒരു ലെവലിലാക്കി എനിക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ കൊണ്ട് നടക്കുക. അപ്പൊ എല്ലാവർക്കും നമ്മളെ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ കഴിയാത്തതാണ് നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നം. ഒരു പ്രശ്നം വരുമ്പോ അതിൽ നിന്ന് നമ്മൾ എങ്ങനെ പെട്ടെന്ന് തീരുമാനം എടുക്കണം, എങ്ങനെ അതിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്യണം, അത് കഴിയാത്തതാണല്ലോ നമ്മളെ പ്രശ്നം. അല്ലാത്ത പ്രശ്നമൊന്നും ആർക്കും ഇല്ല. ആ പ്രശ്നം നമ്മളെ ബോഡിയെ ബാധിക്കുന്നു, നമ്മളെ മൈൻഡിനെ ബാധിക്കുന്നു. അപ്പൊ എല്ലാം പ്രശ്നം തന്നെയാണ്. അപ്പൊ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ മൈൻഡിനെ സെറ്റ് ചെയ്യുക എന്നുള്ളത്. അത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലിരുന്ന് പറഞ്ഞ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് പറ്റുന്ന സ്ഥലത്ത് പിന്നെ ഞാൻ പറയാണ്, നിങ്ങൾ ശരിക്കും വിശ്വസിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഘടകം. നമ്മൾ 2 തോണിയിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരു തോണിയിൽ യാത്ര ചെയ്യാം. നമ്മൾ വിശ്വസിക്കുക, ട്രസ്റ്റ് ചെയ്യുക. നമ്മൾ പലതും ചിന്തിക്കും, ശരിയാണോ, ഇത്രയൊക്കെ പൈസ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് എന്താ ഇപ്പൊ നടക്കാൻ പോവുക. ആ ചിന്തയിൽ പോയാൽ നമ്മൾ അതേ ചിന്തയിൽ തന്നെ തിരിച്ചു വരും. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശത്തിലേക്കാണ് ഞാൻ പോകുന്നത്, അത് ഞാൻ അവിടുന്ന് നേടും, അതെനിക്ക് കിട്ടും. ഞാൻ എപ്പോഴും പറയുന്ന വാക്കാണ്, എനിക്ക് കിട്ടും, ഞാനത് നേടും, ഞാനത് നടത്തും. ഇത്രേ പറയുള്ളൂ. നടക്കുമോ അതൊന്നും ഞാൻ നോക്കേണ്ട ആവശ്യമില്ല, അത് നടക്കും. പോവും, പോകും, വരും. ഇപ്പൊ സാറ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു മണിയെ കുറിച്ച്. ഐ സി മറന്നു, ഞാൻ ഫോണിൽ അത് സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്റെ ഫോണിന്റെ സ്ക്രീൻ അതാണ്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫണ്ട് I see, കിട്ടാറുള്ളത് I see and attract money everywhere freely and abundantly. ഫ്രീലിയന്റ് അതാണ്. ഞാനത് 300 തവണ ചെല്ലുമ്പോഴേക്കും ബസ് തിരൂരെത്തും. ചെല്ലാൻ സമയം കിട്ടാറില്ല. പക്ഷേ ഇതിന്റെ ഫണ്ട് ഞങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് ജൂണില് നിങ്ങളുടെ ഫണ്ട് കിട്ടാറുള്ളത് ഓഗസ്റ്റിലാണ്. അതിപ്പോ ഇന്നലെ എന്റെ കയ്യിൽ കിട്ടിയ പൈസ. ഒരിക്കലും ഞങ്ങൾക്ക് കിട്ടാറില്ല. അപ്പൊ ഞാൻ അതിൽ വിശ്വസിക്കുന്നു. മൈ ട്രസ്റ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വിശ്വസിക്കുക. വിശ്വസിക്കുമ്പോൾ നടക്കും. നമ്മളിപ്പോ ഞാൻ എന്റെ വിശ്വാസം എന്ന് പറഞ്ഞത്, ഞാനൊരു മുസ്ലിമാണ്. നരകവും സ്വർഗവും ഉണ്ട് എന്ന് നമ്മളോട് നമ്മുടെ വേദഗ്രന്ഥങ്ങൾ പറയുന്നു. നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ 2 സാധനം. നമ്മളത് വിശ്വസിക്കുന്നു, അത് അവിടെ ഉണ്ട്, അത് നടക്കും. അതാണ് എല്ലാ കാര്യവും. നമ്മൾ വിശ്വസിക്കുക. നമ്മൾ ദൈവത്തെ കണ്ടിക്കണോ ആരെങ്കിലും? എല്ലാ വിശ്വാസികളും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിൽ നമ്മൾ വിശ്വസിക്കണം. ഇതാണ് ദൈവം ഉണ്ട്, ദൈവം ഉണ്ട്. ദൈവവിശ്വാസിയാണെങ്കിൽ കേട്ടോ, അല്ലാത്തവരെ കുറിച്ച് ഞാൻ പറയുന്നത്. നമ്മൾ വിശ്വസിക്കുക. അതുപോലെ തന്നെയാണ് ഞാൻ ഈ കോഴ്സിൽ വരുന്നത്. നമ്മളിപ്പോ ഏതൊരു വിദ്യാഭ്യാസം, നമ്മളൊരു എന്ത് പറയുന്നത്, നമ്മളൊരു ട്രെയിനിങ് കോഴ്സ് എടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മൾ ജോബിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് നമ്മളിപ്പോ കുട്ടികൾ ചെയ്യുന്ന പോലെയുള്ള PhD എടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ ഞാൻ ഇത് എടുത്താൽ ജയിക്കുമോ, ഇതെടുത്താൽ ഞാൻ എവിടെയെങ്കിലും എത്തുമോ, അങ്ങനെ വിചാരിച്ച് നമ്മൾ ആ കോഴ്സിലേക്ക് പോയാൽ നമുക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഞാൻ കോഴ്സ് എടുത്ത് ഇന്ന പണി, ഇന്ന ജോലി, ഇന്ന രീതി, നമ്മൾ ആദ്യം വിഷ്വൽ ചെയ്ത് വെക്കുകയാണ് കുട്ടികൾ. നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ഈ കോഴ്സിനെയും കാണേണ്ടത്. അപ്പൊ പിന്നെ നമ്മൾ വിചാരിക്കുന്നത് ഇതിന്റെ പണം എങ്ങനെ സ്വരൂപിക്കാം. ഈ പണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഡ്വാൻസിലൊരു പണത്തിനെ കുറിച്ച് തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഒരു തെറാപ്പി കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതിനെ, ഞാൻ എപ്പോഴും സാറ് ക്ലാസ്സിൽ ഇങ്ങനെ കേൾക്കും, പണം കിട്ടുന്നുണ്ട്, ശരിയാണ്, എനിക്കൊക്കെ പണം കിട്ടായില്ല, പക്ഷെ ഞാനത് കൺട്രോൾ ചെയ്യുന്നിടത്ത് എങ്ങനെയാന്നുള്ളത് എപ്പോഴും ചിന്തിക്കും. ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞതിന്റെ ശേഷമാണ് ഞാൻ എൻ്റെ
എല്ലാ കാര്യത്തിനും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് മുന്നോട്ട് പോയി. മറ്റേ എനിക്ക് ബൗണ്ടറി ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒന്ന് എഴുതി വെക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. ചെലവെന്ത്, വരവെന്ത്, നമ്മുടെ ഡെപ്പോസിറ്റ് എന്ത്, ഇതിനെ കുറിച്ചൊന്നും എനിക്ക് ഒരു അവയർനെസ് ഉണ്ടായിരുന്നു. എന്റെ മോൻ എന്നോട് എപ്പോഴും പറയും, നിങ്ങൾ ഇത് വായിക്കണം, ഇത് വായിക്കണം. എന്നിട്ട് അവൻ എനിക്ക് തന്ന പുസ്തകമാണ്, ഇത് നിങ്ങൾ വായിക്കണം എന്ന്. അപ്പൊ ഞാൻ ഇത് വായിച്ചപ്പോഴാണ് എനിക്ക് ശരിക്ക് ഒരു അവയർനെസ് കിട്ടിയത്. അപ്പൊ അതിന്റെ ശേഷം കുറച്ച് സർവീസേ ഉള്ളൂ, എന്നിരുന്നാലും ഞാൻ ഉള്ളതിനെ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിച്ചു. അപ്പൊ നമുക്ക് ഓരോ കോഴ്സിലും നമുക്ക് കിട്ടുന്ന അറിവുകൾ ചിലപ്പോൾ ഒന്നായിരിക്കാം. അത് നമുക്ക് കിട്ടണമെങ്കിൽ അറിവിൽ ആ കോഴ്സിൽ ചേരണമല്ലോ. എല്ലാ വർഷവും ഞങ്ങൾക്ക് 5 ദിവസം 7 ദിവസം ഗവൺമെന്റിൻ്റെതായിട്ടും എല്ലാ തരത്തിലും കിട്ടും. പക്ഷെ അവിടെയൊക്കെ ചെന്നിരിക്കുമ്പോൾ നമ്മൾ 5 ദിവസം ഈ ചടങ്ങ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊന്നും കിട്ടിയ സാധനമല്ല. പക്ഷെ ഒരു പുതിയ കാര്യം ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് നമുക്ക് കിട്ടും. അത് തന്നെയാണ് എല്ലാ കോഴ്സും. എല്ലാം നമുക്ക് അവിടെ ചെല്ലുന്നിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ നമുക്ക് അറിയുന്നതല്ല. പക്ഷെ നമ്മൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. അത് പറഞ്ഞു തരുന്നത് നമ്മൾ കോഴ്സിലേക്ക് ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അവിടെ എത്തിപ്പെട്ടാൽ മാഷാ അല്ലാഹ് നമ്മളെല്ലാവരുടെയും ലൈഫ് വ്യത്യസ്തമായി മാറും. ഞാൻ പിന്നെ ഒരു കാര്യം പറയാം, ഞാൻ ഒരിക്കലും എൻ്റെ അനുഭവമാണ് കേട്ടോ പറയുന്നത്. ഈ ഒരു ഇൻസ്പയർ അക്കാദമിയെ കുറിച്ച് ഞാൻ അവരെ മേന്മയല്ല പുകഴ്ത്തി പറയുന്നത്. അത് നിങ്ങളാണ് തീരുമാനിക്കുക. ഞാൻ നിങ്ങളാരെയും അതിലേക്ക് എടുക്കാൻ പറയുന്ന ഒരു ഏജന്റായിട്ട് നിങ്ങൾ കാണരുത്. എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഞാൻ ഒരുപാട് ഇതുപോലുള്ള ആളുകളുടെ ക്ലാസ് കേട്ട വ്യക്തിയാണ്. പക്ഷെ ഞാൻ സാറുടെ ആ ഒരു അപ്രോച്ച്, ഞങ്ങൾക്ക് വരുന്ന കോഴ്സിലെ സാറല്ല ഇപ്പോ. ആദ്യം കഴിഞ്ഞ് അഡ്വാൻസ് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അതും മാറിയിട്ടുണ്ട്. ഇനിയിപ്പം വന്ന് നോക്കുമ്പോഴേ അറിയുള്ളൂ സാറുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന്. സാറ് എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ ലോകത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അറിവുകൾ നമ്മളിലേക്ക് എത്തിക്കുന്ന ആ പിന്നെ പ്ലാറ്റ്ഫോം തന്നെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മളുടെ വിശ്വാസം അനുസരിച്ച് നമ്മൾ എന്ത് കാര്യത്തിലാണോ മുന്നിട്ടിറങ്ങുന്നത് അത് നടക്കും എന്ന് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. അപ്പോഴേ നമ്മൾ എല്ലായിടത്തും എത്തിപ്പെടുള്ളൂ. നമ്മുടെ മൈൻഡിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ് വരാൻ പറ്റുന്നവരെല്ലാം തന്നെ എത്തിപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു. All right. Thank you so much, ma'am, for sharing that in-depth analysis. ഇനി ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇവിടെ പല ആൾക്കാർക്കും ഉള്ളൊരു കാര്യമാണ്, ഇത്തരത്തിലുള്ള കോഴ്സുകൾ വരുന്ന സമയത്ത് പല സംശയങ്ങളും ഉണ്ടാവും അല്ലേ. ഇങ്ങനെ ഈ ഒരു കോഴ്സ് ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യോ, അല്ലെങ്കിൽ പഠിക്കുന്നതിനൊരു രീതിയുണ്ട്, ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അപ്പോൾ മാമിന്റെ പഠിക്കുന്ന ഒരു രീതി ഉണ്ടാവും. എനിക്കിവിടെ പവർ ഫെയിലിയർ സംഭവിക്കുന്നുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ അറിയിക്കണം. സോ പഠിക്കുന്നതിനൊരു രീതിയുണ്ട്. ഓക്കെ, പഠനത്തിന്റെ രീതി, ആ പഠനത്തിന്റെ രീതിയാണ് പലരെയും എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യിക്കുക. അപ്പോൾ എനിക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഈ പഠനത്തിന്റെ രീതിയിലേക്ക് വരുമ്പോൾ ഓരോരുത്തരുടെയും മനോഭാവത്തിനനുസരിച്ച് അവർക്ക് കിട്ടുന്ന ടേക്ക് അവേസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ തന്നെ പറയാറുണ്ട്, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്പൂണുമായിട്ട് വരാം, നിങ്ങൾക്ക് സ്പൂണിൽ കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഒരു ഗുഡ്സ് ഓട്ടോ ആയിട്ട് വരാം, അതിൽ കൊണ്ടുപോകാം. അതല്ലെങ്കിൽ വലിയൊരു ലോറി ആയിട്ട് വരാം, അതിൽ കൊണ്ടുപോകാം. അതല്ലെങ്കിൽ ഒരു ഗുഡ്സ് ട്രെയിനായിട്ട് വരാം, അതിൽ കൊണ്ടുപോകാം. അതും അല്ലെങ്കിൽ ഇത്രയും കണ്ടെയ്നേഴ്സ് അടങ്ങുന്ന ചരക്ക് കപ്പലുകളുണ്ട്, അങ്ങനെ അതിൽ കൊണ്ടുപോകാം. നമ്മൾ എത്ര കണ്ട് നമ്മളുടെ കൈകൾ എം ടി ആക്കി വളരെ ഓപ്പൺ ആയിട്ട് വരുന്നു, അതിനനുസരിച്ചാണ് പലപ്പോഴും. മാമിന്റെ ഒരു അപ്രോച്ച് എങ്ങനെയാണ് പഠിക്കാൻ വേണ്ടി? ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നമ്മുടെ കോഴ്സിലേക്ക് വന്നതിന് ശേഷം ഇപ്പോഴും വളരെ നിഷ്കളങ്കമായിട്ട് വന്നിരുന്ന് കേൾക്കുന്ന കാണാം. ഈവൻ പല റിപ്പീറ്റേഷൻ കോഴ്സുകളാണെങ്കിലും അത്രയും സമയം, അതായത് മാം തന്നെ പറഞ്ഞു, 2 മണിക്കൂറോളം നമ്മുടെ അഡ്വാൻസ് പ്രോഗ്രാമിൽ പഠിപ്പിക്കുന്ന ഏകദേശം 10ഓളം വരുന്ന ടൂളുകൾ, ഇതിൽ 7 ടൂളുകൾ മാം ഓൾറെഡി നല്ല ശക്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ടൂളുകൾ കറക്റ്റായിട്ട്
പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി 2 മണിക്കൂർ മാറ്റി വയ്ക്കുന്നു. ഇതിനൊക്കെ പുറമെയാണ് പിന്നീട് ഉണ്ടാകുന്ന ക്ലാസ്സുകൾ വരുമ്പോൾ ആ ക്ലാസ്സുകളിലും വന്നിരിക്കുന്നു, ശരിക്കും താല്പര്യത്തോടു കൂടി പഠിക്കുന്നു. എവിടെ നിന്നാണ് ഈ ആവേശം? എന്താണ് ഇതിന്റെ കാരണം? ഇതിന്റെ സോഴ്സ് എന്താണ്? മാറാനുള്ള കടുത്ത ആഗ്രഹമാണോ? അതല്ല വേറെ എന്തെങ്കിലും ആണോ? എന്താണ് ഇതിന്റെ ഇത് കിട്ടിയ ഈ ഒരു പ്രായത്തിൽ ഇത് എനിക്ക് പോലും എനിക്ക് കൂടുതൽ ഈ ഒരു ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ക്യൂരിയോസിറ്റി ആൻഡ് ലേൺ ചെയ്യാനുള്ള ക്ഷമ. ഇതിനു മുൻപ് ഉണ്ടായിരുന്നോ? അതല്ല ജസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു കോഴ്സിനൊക്കെ ചെയ്തതിനു ശേഷമാണ് ഇത്രയും വന്നത്? എന്താണ് സംഭവിച്ചത് പറയും? കാരണം എന്നെ മാറ്റിയെടുത്തത് ഈ കോഴ്സാണല്ലോ. എനിക്ക് സമാധാനം തന്നൊരു പ്ലാറ്റ്ഫോം ആണല്ലോ ഇത്. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് എന്ന് പറഞ്ഞാൽ മാസങ്ങളല്ല, കൊല്ലങ്ങളോളം കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടിട്ടുണ്ട്. ഒരുപാട് ക്ലാസ്സുകളിൽ ഞാൻ പേയ്മെന്റ് ക്ലാസ്സുകൾ ഞാൻ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ വാതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ആ ബസ്സിൽ നിന്ന് വീട്ടിലെത്തിയാൽ കഴിഞ്ഞു. അത് അവിടം കൊണ്ട് അവസാനിച്ചു. ആ പൈസയും പോയി, എന്റെ ടൈമും പോയി. പക്ഷെ ഇതിൽ വന്നതിന് ശേഷം എന്താണ് എനിക്ക് മനസ്സിൽ പറയാൻ വെച്ചാല്, എന്റെ മനസ്സിങ്ങനെ തീക്കണലായിരുന്നു. ഒരു തീന്റെ കണൽ എങ്ങനെയായിരുന്നു, ഏത് സമയം നീറിപ്പുകയുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ അവിടെ പ്രശ്നങ്ങളില്ല. അവിടുത്തെ പ്രശ്നങ്ങൾ മുഴുവനും ഒരു 70% ഞാൻ എടുത്ത് ഹീൽ ചെയ്ത് പുറത്തേക്ക് തള്ളി. അപ്പൊ എനിക്ക് തോന്നും ഇവിടെ വന്നിരുന്നാൽ എനിക്ക് റിലാക്സേഷൻ കിട്ടും. എന്ത് പ്രതിസന്ധി, ഞാൻ ബെഡിലാണെങ്കിൽ പോലും ഞാൻ ഇത് വീഡിയോ ഓണാക്കാതെ ഇരുന്ന് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കും. ഇന്നലെ എന്റെ മകൾ എന്നോട് പറയാം, ഏറ്റവും കൂടുതൽ ഹെഡ്സെറ്റ് വെക്കുന്നവർ ചെവി പോകട്ടെ. നമ്മൾ ഇത് കേട്ടിട്ട് ചെവി പോകുന്നതാണ് പോട്ടെ എന്ന് പറഞ്ഞു മോളോട്. നിങ്ങളാരും കേൾക്കണില്ലല്ലോ, ഞാനെങ്കിലും കേൾക്കട്ടെ. നിങ്ങൾ ഏത് നേരം ഇത് ഹെഡ്സെറ്റും വെച്ച് കേട്ടിരുന്ന് നിങ്ങളെ ചെവി പോകും. ഇന്നലെ എന്റെ മോൾ എന്നോട്. നമ്മൾ അങ്ങനെ പോവാണ്. ഇത്രയും കാലം എനിക്ക് ഹാപ്പി ആയിട്ട് ഒരു പോയിന്റ് പോലും മൈനസ് ഇല്ലാതെ എന്റെ ചെവി എനിക്ക് തരുന്ന ദൈവം നല്ലത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും ചെയ്യില്ല. മോള് സമാധാനത്തോട് കൂടി പൊക്കോളുകയാണ്. അപ്പൊ എനിക്കൊരു സമാധാനം ഇപ്പൊ എനിക്ക് സമാധാനത്തിനല്ല, കൂടുതൽ അറിവുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഞാനൊരു സ്ഥാപനം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ അവിടെ എന്റെ മുന്നിൽ നിൽക്കുന്ന 500 കുട്ടികളും 1000 രക്ഷിതാക്കളും ഒരു വിഭാഗം ടീച്ചേഴ്സും അവരുടെ ഫാമിലി, അങ്ങനെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ കിടന്നു മറിയുന്നത്. അപ്പൊ കാരണം ഇത്രയും കാലം ഞാൻ ആ കുട്ടികളോട് പെരുമാറിയത് പോലെ ഇനി പെരുമാറാതെ, ഞാൻ ഒരു ട്രോമ ഒരു മക്കൾക്കും കൊടുക്കാൻ സാഹചര്യം ഉണ്ടാക്കാതെ മുന്നോട്ട് പോകണം. അതിനെനിക്ക് എവിടുന്നൊക്കെയോ അറിവ് കിട്ടും. അവിടൊക്കെ ഞാൻ പേയ്മെന്റ് ആയാലും വേണ്ടിയില്ല, വെറുതെ ആയാലും വേണ്ടിയില്ല, ഞാൻ വന്നിരിക്കും. അപ്പൊ എനിക്ക് അന്നത്തെ ദിവസം ഒന്നും കൂടി എനിക്ക് കുറച്ചും കൂടി അറിവുകൾ കിട്ടും. ആ അറിവുകൾ ഞാൻ വീണ്ടും എന്റെ മൈൻഡിനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പൊ എനിക്ക് ചിരിച്ചിട്ട് സമാധാനത്തോട്, കാരണം ഞാനൊക്കെ ചിരിക്കാന്ന് പറഞ്ഞാൽ 50 വയസ്സിൽ 25 വയസ്സുവരെയൊക്കെ 22 വയസ്സ് 24 23 വയസ്സിലാണ് എന്റെ കല്യാണം കഴിഞ്ഞത്. അതുവരെയൊക്കെ നന്നായിട്ട് ചിരിച്ച് കളിച്ച് നടന്നു നിൽക്കാം. കല്യാണം കഴിഞ്ഞതോടുകൂടി പിന്നെ ചിരി ഞാൻ അവിടെ ഒരു നല്ല ലോക്കറിൽ വെച്ച് പൂട്ടിയതായിരുന്നു. പിന്നെ ചിരിക്കാനുണ്ടായിരുന്നു. പിന്നെ ചിരി വരുന്നത് 50 വയസ്സായവരാണ് ചിരി വരുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കി, 25 കൊല്ലം ഞാൻ ചിരി എവിടെ ഇട്ടേറ്റു. അപ്പൊ അത്രത്തോളം ഞാൻ ഇന്ന് എന്റെ മുഖത്ത് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കും. ഇപ്പോഴും ഞാൻ നോക്കും. ഇന്ന് എപ്പോഴും നോക്കുന്നത് നോക്കിയിട്ട് ഞാൻ പറയും, ഓ നിനക്ക് ഒരുപാട് വയസ്സ് കുറഞ്ഞല്ലോ. എന്നിട്ട് സ്റ്റാഫ് എന്നോട് പറയും, എന്റെ മക്കൾ വന്നിട്ട് പറയും, ടീച്ചർക്ക് ഒരുപാട് വയസ്സ് കുറഞ്ഞല്ലോ, ഞങ്ങൾ വയസ്സായി നരച്ചു എന്ന് പറയും എന്നിട്ട്. അങ്ങനെ നമ്മുടെ മനസ്സങ്ങട്ട് നമ്മൾ എന്താക്കി മാറ്റി കാമൽ. കാരണം ഓരോ ഓഫീസിൽ നിന്ന് ആളുകളുണ്ട് വന്നിട്ട്, ഇപ്പൊ ജൂൺ ജൂലൈ എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷന്റെ പ്രളയമാണ്. എപ്പോഴും ആൾക്കാർ കയറി വരും. ആര് വന്നാലും ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ടീച്ചർമാർ ഒരു അതാ വരുന്നു ഇതാ വരുന്നു, വന്നോട്ടോ, അവര് വന്നോട്ടെ, എങ്ങോട്ടാ കുഴപ്പം, കാണിച്ചു കൊടുക്കാനുള്ളത് നമ്മൾ ചോദിക്കൊണ്ട് കൊടുക്കണം. ഇനി അവര് വരണുണ്ടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളെ പണിയെടുത്തോളി, ഞാൻ എന്റെ പണിയെടുത്തോളാം. ഇനിയിപ്പൊ തെറ്റുണ്ടെങ്കിൽ അവര് പറയട്ടെ, അമ്മ നമുക്ക് തിരുത്തി കൊടുക്കണോ? ഇപ്പൊ തെറ്റ് വരും വിചാരിച്ച് ഞാൻ എന്തിനു ബേജാറാണോ? ഇപ്പൊ അവിടെ ഒരു കുട്ടി ടീച്ചറെ പനിച്ച്
അച്ഛനെ രക്ഷിതാവിനെ വിളിച്ചറിഞ്ഞ് പറഞ്ഞേച്ചേക്കും. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം? ഈ ഒരു ടോണായിട്ട് ഞാൻ മാറി. അത് മാറിയില്ലേ, പിന്നെ എങ്ങനെ ഇതിന്ന് പോവുക? ഇതിന് കിട്ടാനുള്ളതൊക്കെ വാങ്ങാൻ വരും, കൊടുക്കണമെങ്കിൽ കൊടുക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് ശരിക്കും എനിക്ക് തോന്നുന്നു മാമിന് ഇവിടെ നിന്നാണ് ഒരു എന്താ പറയാ ഫൈനൽ ആൻസർ കിട്ടിയത്, അല്ലെങ്കിൽ ലൈഫിന് ഒരു വഴി ഉണ്ടായത്. അപ്പം ആ വഴി ഉണ്ടായ സ്ഥലത്ത് വന്ന് വീണ്ടും ഞാനൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്, എനിക്ക് ആൻസർ കിട്ടിയ ചില സ്ഥലങ്ങളുണ്ട്, അപ്പൊ അവിടേക്ക് ഞാൻ പോകാറുണ്ട്. അപ്പം അവിടെ എന്ത് പ്രോഗ്രാം നടക്കുകയാണെങ്കിലും അതെനിക്ക് ചെന്നൈയിലാണ്. ചെന്നൈയിൽ എൻ്റെ ഒരു ഗുരു ഉണ്ട്. അവിടെ ഞാൻ ഇതേപോലെ എന്ത് വെച്ചാൽ അദ്ദേഹം എന്ത് പ്രോഗ്രാം വെച്ചാലും ഉടനെ പോകും. പ്രോഗ്രാം വെച്ചാൽ അവിടെ പോകും, അവിടെ പോയിട്ട് അദ്ദേഹത്തെ മീറ്റ് ചെയ്യും. ഓൺലൈനിൽ ലൈവിൽ ഉണ്ടാകുന്ന സമയത്ത് പങ്കെടുക്കും, പരമാവധി പങ്കെടുക്കും. അപ്പൊ എല്ലാ ആഴ്ചയിലും ഇതേപോലെ എനിക്ക് സെഷൻസ് ഉണ്ട് അദ്ദേഹം തരുന്ന. അപ്പം അങ്ങനെ സെഷൻസ്, അപ്പൊ അത് നമുക്ക് അത്തരത്തിലുള്ള സെഷൻസ് കിട്ടുമ്പോൾ നമ്മൾ അതിൽ എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് മൈൻഡ് സെറ്റിൽ അങ്ങനെ പോകും. അപ്പൊ അതൊരു വലിയൊരു കാര്യമാണ്. ഇവിടെയുള്ള എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ കോഴ്സ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു മെന്റർ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ആ മെന്ററുടെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കാലാകാലം പരമാവധി നിങ്ങൾ അതിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുക. ഇപ്പൊ നമ്മുടെ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സിൽവർ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. അത് ഓൾറെഡി കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അൺലിമിറ്റഡ് ആയിട്ട് കൊടുക്കുകയാണ് നമ്മൾ മെമ്പർഷിപ്പ്. ഇനി എത്ര കോഴ്സ് വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം, ഒരൊറ്റ പേയ്മെന്റ് അടച്ചാൽ മതി. 1999 രൂപ ഓൾറെഡി കോഴ്സ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവരികയും അതിലേക്ക് സുബേദ മാം അടക്കം എല്ലാവരും അതിലേക്ക് ഓൺബോർഡായി, ഒരുപാട് പേര് ഓൺബോർഡായി. അപ്പോൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരത് എന്തിനാണ് അവർക്ക് കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ എല്ലാ ട്യൂസ്ഡേയും അതേപോലെ തന്നെ ഫ്രൈഡേയും നമ്മൾ അതിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കും. അപ്പൊ അതിൽ വന്നിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ പുതിയ 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 അപ്ഡേഷൻസ് ഞാൻ കൊണ്ടുവരും, പുതിയ പുതിയ സംഗതികൾ കൊണ്ടുവരും. ഇപ്പൊ മാമിന് തന്നെ അറിയാം അല്ലെ, കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഇതുവരെ എടുത്ത പോലെ നല്ല വർക്ക് ബുക്കുകൾ അപ്ഡേറ്റ് ചെയ്തു. ഇപ്പോൾ അപ്പോൾ നമുക്ക് ആ തരത്തിലുള്ള ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വലിയൊരു ഗുണമായിട്ട് മാറും. ഇനി EFT അഡ്വാൻസിലാണെന്നുണ്ടെങ്കിലും ഇതേപോലെ അപ്ഡേഷൻസും സംഗതികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊണ്ടുവരും. ഇപ്പൊ സുബിത മാം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോ നമ്മളുടെ ആ ഒരു കറക്റ്റ് സ്ഥലത്ത് വന്നിട്ടുള്ള ഒരു ചേഞ്ച് കിട്ടിയതിന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു മാമിന്റെ ഒരു ആ ചേഞ്ച് വരാനുള്ള റീസൺ എനിക്ക് തോന്നുന്നത് ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് സെൽഫ് ലവ്. ഫൊർഗിവ്നെസ് എന്ന് പറയുന്ന സംഗതിയാണെങ്കിൽ പോലും ലൈഫിനോട് മൊത്തത്തിൽ എന്ന് വെച്ചാൽ ഒരു പെയിന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ പെയിൻ ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ ദേഷ്യം അല്ലെങ്കിൽ സംഗതികൾ കാര്യങ്ങൾ ഉള്ളിൽ കൊണ്ട് നടന്നിരുന്ന ഒരു വിഷമവും പെയിനും മൊത്തത്തിൽ ആ ഒരു സെൽഫ് ലവ് എവിടെയും കിട്ടാത്ത ഒരു സാധനം, അത് വളരെ ഹൃദയ എന്താ പറയാ ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന രീതിയിലും മനസ്സിനെ ടച്ച് ചെയ്യുന്ന രീതിയിലും ശരിക്കും സ്നേഹമാണ് വേണ്ടത്, ഞാൻ എനിക്ക് കൊടുക്കേണ്ടതും ഞാൻ മറ്റുള്ളവർക്ക് നൽകേണ്ടതും, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ സ്നേഹമായി മാറണം, അല്ലെങ്കിൽ സ്നേഹമാണ് എനിക്ക് ഏക മാർഗം എന്നുള്ള ആ ഒരു വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് സ്വന്തത്തോട് എടുത്തു തുടങ്ങിയപ്പോഴാണ്, വളരെ കരുണയോടും ദയയോടും കൂടിയിട്ടും പെരുമാറേണ്ടതായിരുന്നു. ഇത്രയും കാലം അങ്ങനെ ഞാൻ ചെയ്തില്ല. ആ ഒരു കരുണയും ദയയും കാണിച്ചു തുടങ്ങിയെടുത്താണ് ഷിഫ്റ്റ് സംഭവിച്ചത് എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണോ മാമിന് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? ശരിയാണ്. എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് സ്നേഹം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ പരിചരണ കിട്ടി എന്നല്ലാതെ, നമുക്കൊരു കുട്ടികൾക്ക് കൊടുക്കേണ്ട പരിചരണയും സ്നേഹവും വ്യത്യാസം ഉണ്ടല്ലോ. പരിചരണം എന്ന് പറഞ്ഞത് അവരുടെ നിർബന്ധമാണ്, അവർ തരേണ്ട ഒരു ബാധ്യതയാണ്. സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യമാണ്. ഈ ആനുകൂല്യം എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ടാവും, ചിലത് നമുക്ക് എപ്പോഴും അവിടെ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു. ആ ഒരു പ്രയാസം തന്നെയാണ് എന്റെ ചൈൽഡ്ഹുഡിലെ പ്രശ്നം തന്നെയാണ് എനിക്ക് ഇവിടെ അനുഭവപ്പെട്ടത്. അങ്ങനെ അത് ഞാൻ തിരിച്ചറിഞ്ഞത് ആജറമ്മയിൽ നിന്നാണ്. അതെനിക്ക് എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് ഞാൻ എന്ത് തന്നെ പറഞ്ഞത്. കാരണം എന്നെ ഈ എന്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് മാമാണ് കണ്ടുപിടിച്ചത്. ആ റൂട്ട് കോസ് മാം എടുത്തിട്ടാണ്ട് പൊട്ടിച്ചു കളഞ്ഞു. എങ്ങനെ പൊട്ടിച്ചു എന്ന് വെച്ചാൽ അത് ആമറോഡൊന്നല്ല പൊട്ടിച്ചിട്ടുണ്ട്, ആമറോഡൊന്നും പൊട്ടില്ല, ഇതിലും വലിയ ആയുധമാണ് ഉപയോഗിച്ചത്. അവിടെയാണ് ഞാൻ എൻ്റെ മൊത്തത്തിൽ എനിക്ക് മാറ്റം വരാൻ. കാരണം
സെൽഫ് ലവിടെ കുറവ് തന്നെയായിരുന്നു. ഇപ്പോഴും ഞാൻ മാമിന് ഇതിന് ഈ അഡ്വാൻസ് കഴിഞ്ഞ് എനിക്ക് ചെറിയൊരു വിഷയം വന്നപ്പോൾ മാം എന്നോട് പറഞ്ഞു, അത് ഈ അസുഖം വന്നപ്പം ചെറിയ നെഗറ്റീവ് കടന്നു ചെന്നിട്ടുണ്ട്, അത് സെൽഫ് ലവിന്റെ പുറമാണ്. ഞാൻ മാമിനെ ശല്യം ചെയ്ത് ഏതായാലും എനിക്കൊരു വോയിസ് തരണം എന്ന് പറഞ്ഞു. അത് എന്റെ നാമായിട്ട് മാറിയിരിക്കുകയാണ് ആ വോയിസ്. ഏത് സമയവും കേട്ടുകൊണ്ടിരിക്കുക. കാരണം തെറാപ്പി ഏതിലും കേട്ടാലും മതിയല്ലോ. ഞാൻ എവിടെ ഇരിക്കുകയാണ്, ബസ്സിൽ ഇരിക്കുകയാണെങ്കിൽ ഈ സെൽഫ് ലവിടെ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇങ്ങനെ മൈൻഡ് കൊണ്ട്, കാരണം ബസ്സിൽ നമുക്കിത് ചെയ്യാൻ ചിലപ്പം കഴിയില്ല. അപ്പൊ മൈൻഡിൽ ഇത് ഇങ്ങനെ, കാരണം നമുക്ക് മൈൻഡിൽ കുറെ ചെയ്ത് തന്നതാണല്ലോ, നമ്മളെ മൈൻഡ് അതിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ നമുക്ക് പ്രശ്നമില്ല. അതിങ്ങനെ കേൾക്കുക. അങ്ങനെ ആകുമ്പോൾ നല്ല ഒരു റിലാക്സേഷൻ നമുക്ക് കിട്ടും. ശരിക്കും സെൽഫ് ലവും സെൽഫ് ഫോർഗീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും ഇത് ഒരു ദിവസം 2 3 തവണ ചെയ്തു പോവും. അതിലും കൂടുതൽ ചെയ്യാനാണ് ആഗ്രഹം. സമയത്തിന്റെ പരിമിതി മൂലം 3 തവണ ദിവസവും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അതാണ്, ഇവിടെയാണ് എന്നെ മാറ്റിമറിച്ച്. എനിക്ക് എന്നെ കുറിച്ച് സ്നേഹം ഉണ്ടായിരുന്നില്ല, എന്നെ കുറിച്ച് ഞാൻ കുറ്റം പറയലായിരുന്നു, എനിക്ക് ദൈവം തന്ന ആനുകൂല്യങ്ങളെ കുറിച്ച് ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഫീലായി പോവാറുള്ളത് മാമയുടെ ക്ലാസ്സിൽ ഫോർഗീവ്നെസ്സിലല്ല, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിലാണ്. കാരണം ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഇത് നമ്മളുടെ പ്രപഞ്ച ശക്തിയെ കുറിച്ച് നമ്മൾ ഓർക്കാതെ പോയതാണ് നമ്മളുടെ കാലിന്റെ ഭാഗത്ത് വരുന്ന ഒരു ചൊറിച്ചിൽ വലിയൊരു വിഷയമാക്കി നമ്മൾ എടുത്തത്. ബാക്കി ഭാഗമൊന്നും ചൊറിയുന്നില്ലല്ലോ, ആ ഒരു ഭാഗമല്ലേ ചൊറിയുന്നുള്ളൂ. അത്രത്തോളം ദൈവം നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് എന്ന്. കാരണം ആ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. മിനിയാന്ന് ഭയങ്കര കാറ്റടിച്ചു, ഭയങ്കര കാറ്റ് എല്ലായിടത്തും സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ വേസ്റ്റ് തട്ടാൻ വേണ്ടി പുറകോട്ട് ഇറങ്ങിയതാണ്. അതിൽ എന്റെ മകള് എന്നെ ഒരൊറ്റ വിളി ഇങ്ങോട്ട് വിളിച്ചു, മകളെ എവിടെ. ആ സമയത്ത് വലിയൊരു മരം അവിടെ വന്ന് വീണു. അതാണ് ദൈവത്തിന്റെ കാവൽ എന്ന് പറയുന്നത്. അവളുടെ വിളിയാണ് ഞാൻ പുറകോട്ട് നോക്കിയത്. ആ നോക്കിയ സമയത്ത് അവിടെ ആ മരം വീണു. അപ്പൊ എന്നെ സംരക്ഷിച്ചത് ആരാണ്? എന്റെ പടച്ചറപ്പല്ലേ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ടൂളാണ്. അതുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നവുമില്ല. നമ്മൾ രാവിലെ കോവിഡ് വന്നല്ലോ നമുക്കൊക്കെ. ഈ കോവിഡ് വന്ന ദിവസം ഞാൻ അഡ്മിറ്റ് ചെയ്ത വ്യക്തിയാണ്. എൽമാസിൽ 15 ദിവസം കിടന്ന വ്യക്തിയാണ്. പഠിച്ചാൽ ശ്വാസം കിട്ടാൻ ഞാൻ ജനവാദിന്റെ കമ്പി പിടിച്ച് നിന്നിട്ടുണ്ട്, ശ്വാസം കിട്ടാനായിട്ട്. എന്ന സ്ഥിതിക്ക് നമ്മള് ഒരാളുടെ സഹായം ഇല്ലാതെ ഇതിങ്ങനെ എടുത്തു വിടുന്നില്ല. എന്തെല്ലാം ആനുകൂല്യങ്ങള്. രാവിലെ വിടുന്നുണ്ട്, എഴുന്നേൽക്കാൻ നമുക്ക് പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു നിമിഷവും ഇങ്ങനെ ആലോചിച്ച് പോകുമ്പോ പിന്നെ ഉപ്പില്ല മുളകില്ല എന്ന് ആലോചിക്കാൻ നേരണ്ട നമുക്ക്. നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് ഏറ്റവും വലിയൊരു ആയുധമാണ്. ആ ഒരു തിരിച്ചറിവ് കിട്ടിയത് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. ഇത്രയും കാലമായിട്ട് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഞാൻ ജീവിച്ച് വളർന്നെടുത്ത് നിന്ന് പടച്ച് എനിക്ക് നല്ലൊരു ജോലി തന്നു, നല്ല ശമ്പളമുള്ളൊരു ജോലിയാണ്. എന്റെ മക്കളുടെ വിദ്യാഭ്യാസവും അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് അതുകൊണ്ട് സാധിക്കുന്നു. സമാധാനത്തോടു കൂടി അന്തി ഉറങ്ങാൻ നമുക്ക് സാധിക്കുന്നു, യാത്ര ചെയ്യാൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞില്ലേ. പിന്നെ നമുക്ക് നല്ലത് പറഞ്ഞൂടെ, നല്ലത് ചെയ്തുകൂടെ, മറ്റുള്ളവരെ സഹായിച്ചൂടെ. നമുക്ക് നമ്മുടെ ലൈഫ് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ലോ, മറ്റുള്ളവർക്കും കൂടി കുറച്ച് കൊടുത്തൂടെ. അങ്ങനെ ചിന്തിക്കുമ്പോ നമുക്ക് എന്ത് വരുന്നില്ല, മറ്റു കാര്യത്തിലേക്ക് മൈൻഡിലേക്ക് നമ്മളെ മൈൻഡ് പോകുന്നില്ല. നമ്മൾ എന്താ ചിന്തിക്കുന്നത്? കുടുസായിട്ടാണ് ചിന്തിക്കുമ്പോൾ നമ്മളെ മനസ്സ് കുടുസാവുകയാണ്. നമ്മൾ വൈഡായിട്ട് നമ്മൾ ഈ ലോകത്തിനെ കുറിച്ച് മുറ്റത്ത് ഇറങ്ങി നിന്നിട്ട് ആകാശത്തേക്ക് നോക്കിയാൽ മതി. നമ്മള് എങ്ങനെയാണ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. അതിന് മുന്നിൽ ഒരു ശക്തി ഉണ്ടല്ലോ. അപ്പൊ അതിനെ കുറിച്ച് ചിന്തിച്ച് ബാക്കി നമുക്ക് മനസ്സിലേക്ക് ഒന്നും വരില്ല. നമ്മൾ കാമായിട്ട് പീസായിട്ട് സ്നേഹത്തോടു കൂടി എല്ലാവരും, ഒരു ഉറുമ്പിനെ പോലും നമുക്ക് നോവിക്കാൻ സാധിക്കില്ല. ഞാനൊക്കെ ഉറുമ്പ് ഇങ്ങനെ പോകുമ്പോ വേഗം കൊണ്ടുപോയിട്ട് അവിടെ സ്പ്രേ അടിച്ചിരുന്ന് വെക്കുക. അപ്പൊ ഞാൻ ആ ഉറുമ്പിനെ അങ്ങനെ നോക്കിയിട്ട് എന്തിനാ ഞാൻ അതിനെ കൊല്ലുന്നത്, അതിന് ജീവിക്കാനുള്ള ഭൂമിയല്ല അതവിടെ ജീവിച്ചോട്ടെ എന്ന്. അപ്പൊ അതേ രീതിയിലേക്ക് നമ്മൾ മാറും. പ്രാക്ടീസ് നമ്മൾ മുടയാതെ ചെയ്യണം.
എല്ലാവരും ഞാൻ B5-ലായിരുന്നു. എന്റെ B5-ൽ ഇപ്പൊ എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്ന് തന്നെ ഇപ്പൊ കാണുന്നില്ല. നമ്മുടെ ഒരു മൂന്നോ നാലോ മെമ്പേഴ്സിനെ ഞാൻ കാണുന്നുള്ളൂ. ഞങ്ങൾ 28 ആളുകളോ 29 ആളുകളോളം ഉണ്ടായിരുന്നു. ബാക്കി അതിൽ നിന്നെല്ലാം വൈഡായിട്ട് പോയി. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് കിട്ടിയ അറിവ് വെച്ച് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്. നമ്മളിപ്പോ മുസ്ലിം ആണെങ്കിൽ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നു, മറ്റ് മതസ്ഥരാണെങ്കിൽ ഒരു അമ്പലത്തിൽ പോകുന്നു, അല്ലെങ്കിൽ ചേർച്ചിൽ പോകുന്നു. അവിടെയൊക്കെ നമ്മൾ പോയിട്ട് ആ വിശ്വാസപ്രകാരം നമ്മുടെ മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിസെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ അതേ പ്രകാരം തന്നെയാണ് നമുക്ക് കിട്ടിയ അറിവിന് നമ്മൾ എന്ത് ചെയ്യണം, റിമൈൻഡ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോഴേ നമ്മളെ മുന്നിലേക്ക് എല്ലാം വരും. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞ ഉടനെ ഒരു ടൂർ പോയി വയനാട്ടിലേക്ക്. എൻ്റെ പേരമകളുടെ കാല് പൊട്ടിയപ്പോ എൻ്റെ മനസ്സിൽ വരുന്നത് എന്താണ്, ഐ എം സോറി, പ്ലീസ് ഫോർഗിവ്, താങ്ക് യു, അല്ല, റിലീസ്, റിലാക്സ്. ഞാൻ വയനാട്ടിൽ ഒരു 3 മണിക്കൂർ ചൊല്ലിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഒരു പ്രശ്നം ഉണ്ടായില്ല അറിയാത്ത നാട്ടിൽ പോയിട്ട്. അതിന്റെ പിന്നിൽ വന്ന് ഒരു പ്രയാസം ഉണ്ടായില്ല. ആ വീട്ടുകാരായിട്ട് ഒരു പ്രയാസം എനിക്ക് ഉണ്ടാവേണ്ടി വന്നില്ല. ഇന്നിപ്പോ കുട്ടി ശരിക്കും നടന്നത് പോകുന്നു. നമ്മൾ അതിനെക്കുറിച്ച് വേവലാതി ആകുമ്പോഴാണ് അവിടെ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. അവിടെ ഒന്നുമില്ല എന്ന് വിചാരിച്ചാൽ അവിടെ ഒന്നുമില്ല. ആ രീതിയിലേക്ക് നമ്മൾ മാറും. അപ്പൊ എല്ലാവരും പരമാവധി അഡ്വാൻസും പ്രാക്ടീസും അതുപോലെ EFT എടുക്കാതെ പോകുന്നവരൊക്കെ ഇതിനകത്തുണ്ടെങ്കിൽ അവരൊക്കെ അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് റിക്കവറി ആവാൻ കോഴ്സ് എടുക്കുക. ആ കോഴ്സ് തരുമ്പോ അതിൻ്റെതായ ചെലവുകൾ ആർക്കും ഉണ്ടാവില്ല. നമ്മളെ മക്കളെ ഗവൺമെന്റ് സ്കൂൾ പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ചെലവ് വരുന്നില്ലേ? ഫ്രീ വിദ്യാഭ്യാസമാണ്, ഒന്നും കൊടുക്കണ്ട പറഞ്ഞാലും നമുക്ക് ചെലവ് വരുന്നില്ലേ? നമ്മളെ വീട്ടിൽ വന്ന് ആരെയും കുട്ടീനെ കൊണ്ടുപോകുക സ്കൂളിലേക്ക്? ഇല്ലല്ലോ. അതാ ചെറിയ ചെലവൊക്കെ എല്ലാറ്റിനും ഉണ്ടാവും. അത് നമ്മൾ പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കുക, ചെയ്യുക. നമ്മളെ മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യുക, റീസെറ്റ് ചെയ്ത്. നമുക്ക് നമ്മളല്ലേ ഉള്ളൂ, വേറെ ആരെയും ഉണ്ടോ? ആരെങ്കിലും കിട്ടും? ഒരാളെ കൈ നമുക്ക് എത്ര സമയം നമ്മൾ തലേണയായിട്ട് കൈ കിട്ടും? കയറി നമുക്ക് 1/2 മണിക്കൂർ കിട്ടും. അവർക്ക് തരിച്ചാൽ അവരെടുക്കൂലേ? പക്ഷെ നമ്മളെ കൈ നമുക്ക് വൈകുന്നേരം രാവിലെ ഒരു 5 ദിവസം നമ്മൾ ബെഡ് കിടന്നു നോക്കി, അപ്പോൾ നമ്മളെ കൈയല്ല നമുക്ക് ഫുൾ ടൈം തലേണയായിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നാമേ ഉള്ളൂ, പകരം ആരും ഇല്ല. നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളെന്നെ ആലോചിക്കുക. നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള വേദികൾ ഉണ്ടെങ്കിൽ എത്തിപ്പെടുക, മാറാൻ ശ്രമിക്കുക, പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും നമ്മൾ റിക്കവറി ആവും. മാഷാ അല്ലാ. റൈറ്റ്. താങ്ക് യു സോ മച്ച് മോൻ. ശരിക്കും ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമുക്ക് നമ്മളെ ഉള്ളൂ, വേറെ ആരുമില്ല. നമ്മൾ നമ്മുടെ ലൈഫ് മാറണം എന്ന് ആഗ്രഹിക്കുക, അതിനു വേണ്ടിയിട്ട് തീരുമാനമെടുക്കുക, ഇറങ്ങിത്തിരിക്കുക. അഡ്വാൻസ് പ്രോഗ്രാമിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. പല ആൾക്കാരും ബേസിക് കഴിഞ്ഞു, ഇനി അത് മതിയല്ലോ, എനിക്കിപ്പോ എന്തിനാ, എന്റെ പ്രശ്നങ്ങൾ ക്ലിയർ ആയി. പക്ഷെ അവരോട് എന്താണ് പറയാനുള്ളത് മാമിന് ഫൈനൽ ആയിട്ടൊരു മെസ്സേജ് എന്നുള്ള രീതിയിൽ? അഡ്വാൻസ് പ്രോഗ്രാം ഞാൻ ബേസിക് ചെയ്തു, എന്റെ പ്രശ്നങ്ങൾ ക്ലിയർ ആയി. മാമിനും അതേപോലെ തന്നെയാണ്, പ്രശ്നങ്ങൾ ക്ലിയർ ആയി. മാം പറഞ്ഞിട്ടുണ്ട് ഒരു വാക്കുണ്ട്, ഞാൻ ടൈഗറായി, അതായത് ട്രോമ ട്രിഗറായി ഞാൻ ടൈഗറായി മാറി. അതിൽ നിന്ന് ഇപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി മാറി ചേഞ്ച്. അപ്പൊ ബേസിക് കഴിഞ്ഞിട്ട് ചേഞ്ചസ് ഉണ്ടായി, എന്നിട്ട് വീണ്ടും അഡ്വാൻസിലേക്ക് വന്നു. അപ്പൊ ഇതുപോലെ ഓക്കെ, ഞാൻ ബേസിക് ചെയ്തല്ലോ, എന്റെ പ്രശ്നങ്ങൾ ക്ലിയർ ആയി എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അവരോട് എന്താണ് അഡ്വാൻസ് പ്രോഗ്രാമിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഫൈനലായിട്ട് മാമിന് പറയാം? എന്തുകൊണ്ട് അവർ ചെയ്യണം? നമ്മൾ ഡെപ്ത് ആയിട്ട് നന്നായി ഡീപ്പായി നമുക്ക് നമ്മുടെ സോളിനെ നമ്മളെ കയ്യിൽ കിട്ടുന്ന ഒരു കോഴ്സാണ് അഡ്വാൻസ് എന്ന് പറയുന്നത്. EFT എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെ നമ്മുടെ കുറേ ട്രോമകൾ ഉണ്ടാവും. ആ ട്രോമകൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മൾ ഓരോരോ പവർ പോയിന്റിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പോവുകയാണ്. ഓരോ ഫോൾഡറുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുള്ളൂ. അതല്ല, ഇത് നമ്മുടെ മൊത്തത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ EFT ചെയ്തു, എൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഞാൻ റിക്കവറി ആയി, ഞങ്ങളുടെ ലൈഫിലേക്ക് മുന്നോട്ട് പോയി, പ്രയാസങ്ങളില്ലാതെ പോയി. പക്ഷെ എനിക്ക് അപ്പോഴും ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു.
ആ തടസ്സം എന്താന്ന് എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അതിന്റെ പുറകിലാണ് പിന്നെ ഞാൻ നടന്നു. അപ്പോൾ തടസ്സങ്ങൾ ഒന്നോ രണ്ടെണ്ണമൊക്കെ നമുക്ക് ബാക്കിയിരിക്കും, പക്ഷെ അതിന്റെ റൂട്ട് കോസ് അറിയാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആ ഒരു സമയത്താണ് EFT വരുന്നത്. അവിടെ വെച്ചാണ് എൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങളുടെ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റിയത്. അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഡെപ്ത് ആയിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും ബാക്കിയുണ്ടാവും. നമ്മൾ EFT കഴിഞ്ഞാലും നമ്മൾ ആരും പൂർണ്ണമായിട്ടൊന്നും ഉണ്ടാവില്ല. കാരണം അത് 45,000 ബിലീഫ്സും അത്ര അതിന് ഡബിൾ ട്രോമയായിട്ട് നടക്കുന്ന നമ്മള് EFT കോഴ്സ് കൊണ്ട് മൊത്തത്തിൽ അത് ക്ലീൻ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ വളരെ എന്താ പറയാ, അവിടുന്ന് കിട്ടിയ ആ ഒരു തെറാപ്പിയും EFT തെറാപ്പിയും രണ്ടും രണ്ടാണ്, വ്യത്യാസമാണ്. നമ്മൾക്ക് നമ്മളെ സോളിനെ എനർജിയെ ഹൈ എനർജി ആക്കി നമ്മളങ്ങോട്ട് തന്നിട്ട് നമുക്ക് കുറച്ച് ടൂളും ഇങ്ങോട്ട് തരികയാണ്, ഇത് നിങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ അത് ഉപയോഗിക്കുമ്പോൾ സത്യത്തില് നമ്മളല്ലാതായി മാറും. അപ്പോ EFT കിട്ടിയത് കൊണ്ട് നമ്മൾ എന്തായിരുന്നില്ല, പൂർണ്ണതയിൽ എത്തുന്നില്ല. അതിൽ പൂർണ്ണത ഇല്ലെന്നില്ല, പലർക്കും ചെറിയ ചെറിയ പ്രശ്നമുള്ള ആളുകൾക്ക് ചിലപ്പോൾ അതിൽ നിന്ന് റിക്കവറി ആയിട്ടുണ്ടാവാം. അടുത്ത പ്രശ്നം വരുമ്പോൾ വീണ്ടും നമ്മൾ എന്താവുകയാണ്, ട്രോമയിലേക്ക് വീണ്ടും പോവുകയാണ്. അവിടെ നമ്മൾ ട്രോമയിലേക്ക് പോവാതിരിക്കാൻ നമ്മൾക്ക് അവിടെ ഒരു വൻമതിൽ ചൈനക്കാർ കെട്ടിയതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട്, EFT അല്ല അഡ്വാൻസ്. അപ്പൊ നമ്മൾ ആ വൻമതിൽ ചാടാൻ നമുക്ക് സാധിക്കില്ല. അവിടെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, അതങ്ങനല്ല, ഇതിങ്ങനെയാണ്, ഇങ്ങനെ പോകണം, അത് നമ്മളത് പ്രശ്നമല്ല. ആ ഒരു തരത്തിലേക്കുള്ള ഒരു വൻ മതിൽ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കിട്ടും. തീർച്ചയാണ് നിങ്ങൾ വിശ്വസിക്കുക, ട്രസ്റ്റ് ചെയ്യുക, വിഷ്വൽ ചെയ്യുക, നിങ്ങൾ അവിടെ എത്തും. ആ നല്ല ഒരു മൂവ്മെന്റിലേക്ക് അവിടെ എത്തിപ്പെടും. അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ആകെ ഒരു ലോകം തിരിച്ചറിവ് നമുക്ക് വരും. ഞാനിപ്പോഴേ വിഷ്വൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും മാമിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മളിപ്പോൾ ഉള്ളത് തേർഡ് ഡയമെൻഷനിലാണുള്ളത് അല്ലേ? അപ്പൊ നമുക്ക് ഡയമെൻഷൻസിനെ കുറിച്ച് നമ്മൾ അഡ്വാൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഡയമെൻഷൻസിനെ കുറിച്ചും അതിന്റെ എക്സ്പീരിയൻസുകളെ കുറിച്ചും ഒന്ന് പറയുകയാണെങ്കിൽ എന്താണ് അതിൽ മാം മനസ്സിലാക്കിയ കാര്യം? അത് അവിടെ ആ മെഡിറ്റേഷനിലാണ്ട് ഇരിക്കുമ്പോഴാണ് നമ്മൾ ആ ഡയമെൻഷനിൽ എത്തുന്നത്. കാരണം മെഡിറ്റേഷനിൽ നമ്മൾ കാരണം നമ്മളെല്ലാവരും കാം ആൻഡ് ക്വയറ്റ് ആവും അവിടെ എത്തുമ്പോൾ. എന്തോ ഒരു നമ്മളൊരു മൈൻഡ് എല്ലാം കൂടിയിട്ട് പറയാൻ കഴിയുന്നില്ല ഒരു അവസ്ഥ, എല്ലാവരും ഒരുപോലെയാണ്. അങ്ങനെ ആ ഒരു ഇരിക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു മെഡിറ്റേഷന് നമ്മൾ തേർഡ് ഡയമെൻഷന്റെ ലെവലിലേക്ക് അങ്ങോട്ട് എത്തും. നമുക്ക് അവിടെ ഇരുന്നിട്ട് ഇങ്ങോട്ട് നിന്നേൽക്കാൻ കഴിയില്ല. നമ്മൾ അങ്ങനെ ഇരുന്ന് ഇത്ര അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഇരിക്കുന്നില്ല നമ്മൾ ഒരു ദിവസം. ആ ഇരിക്കുമ്പോൾ ശരിക്കും നമ്മള് ആ ഒരു ലെവലിലാണ്ട് എത്തിപ്പെടും. അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഇപ്പോഴും നമ്മൾ തന്നെ ആലോചിക്കുമ്പോൾ നമ്മളെ മൈൻഡിലേക്ക് അത് ഇങ്ങനെ കടന്നു വരും ആ ഒരു ഫീലിംഗ്. അത് നമ്മൾ അവിടെ പോയി ഇരുന്ന് സാറുടെ ആ ഒരു വോയിസിന്റെ, സാറും തന്നെ ആ ഒരു വോയിസ് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഡയമെൻഷൻ ലെവലിൽ വളരെ സ്മൂത്ത് ആയിട്ട് നമ്മൾ ബഹളമൊന്നും വെക്കാനില്ലല്ലോ. നമ്മൾ മെല്ലെ മെല്ലെ കേട്ട് നമ്മളുടെ അത് ആ വാക്കുകളൊന്നും ഇപ്പൊ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ കടന്നു പോകും. അവിടെ ഓക്കെ, ആത്മീയതയിലേക്ക് ഒരു മനുഷ്യന് പോകാൻ എത്രത്തോളം, അല്ലെങ്കിൽ ആത്മീയതയുടെ ഒരു ടച്ച്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വൈബ് ഇതില് ഈ ഒരു കോഴ്സിലുണ്ടോ? ആത്മീയപരമായിട്ട് നമ്മളെ, കാരണം നമ്മള് അഡ്വാൻസ് ബേസിക്കലി നമ്മള് ശരീരത്തെ അതുപോലെ നമ്മുടെ മനസ്സിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അൾട്ടിമേറ്റ്ലി ഞാനെന്ന് പറയുന്ന, നമ്മളെന്ന് പറയുന്ന ഏറ്റവും വലിയ സത്യമായിട്ടുള്ള ആത്മാവിനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ക്ലിയർ ആയി. അങ്ങനെ ഒരു ആത്മീയപരമായിട്ടുള്ള യാത്ര എത്ര കണ്ട് ഇതിൽ ഈ ഒരു അഡ്വാൻസ് പ്രോഗ്രാമിൽ സാധ്യമാണ്? എത്ര കണ്ട് നിങ്ങളുടെ ആത്മാവിനോടും ദൈവത്തോടും നിങ്ങൾ അടുക്കുന്ന ഒരു തലത്തിലേക്ക്, അതിൻ്റെ ഒരു മിറക്കിൾസ് അനുഭവിക്കുന്ന ഒരു തലത്തിലേക്ക് ഇത് എത്രത്തോളം നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ കോഴ്സ്?
നിങ്ങളുടെ 100% ആണ്. 100% ആണ്. ഞാനിപ്പോ ആദ്യം നമസ്കരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ലോകത്ത് മുഴുവൻ കറങ്ങിയിട്ടുണ്ടാവും. ആകെ 5 മിനിറ്റ് ഏതായാലും നിസ്കരിക്കാൻ എടുത്തിട്ടുണ്ടാവില്ല. അപ്പോഴേക്കും കാലിന്റെ അടിയിൽ നിന്നൊക്കെ ഒരു തരം കിറുക്കിന്റെ അസുഖം തടയും. അതാ പറയാ, ഒരു ഇക്കിളിപ്പെടുത്തുന്ന അവസ്ഥ നിസ്കരിക്കാൻ ഇരിക്കുമ്പോ. കാരണം ഇരുന്നാണ് ഞാൻ നമസ്കരിക്കാറുള്ളത്. കാരണം ഡിസ്കിന്റെ ആ ഒരു പ്രശ്നം പറഞ്ഞപ്പോ പിന്നെ അങ്ങനെ ഒരു വിഷയമുള്ളതാണ്. അപ്പോ എനിക്ക് നിൽക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല. ഇതും തീർന്നിട്ടാന്ന് വിചാരിച്ചു. ആർക്കും വേണ്ടിയിട്ട് 5 വക്ത് നിസ്കരിക്കുന്ന മതി എന്ന സ്ഥിതിക്ക് നമ്മൾ എന്താണോ ചൊല്ലുന്നത് അതിന്റെ അർത്ഥം നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കടന്നു പോകും. നമ്മളെ മൈൻഡിന്, അതാ ഞാൻ പറയാം, നമ്മളെ സോൾ നമ്മളെ കൈക്ക് കിട്ടിയിട്ടുണ്ട്. ആ മൈൻഡ് ഇങ്ങനെ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ നമ്മളെ നിസ്കാരമാണ് പൂർത്തിയായി. നിസ്കാരം തന്നെ നമ്മളെ പ്രാർത്ഥന. ഏത് കാര്യവും അങ്ങനെ. ഞാൻ എന്താണോ വർക്ക് ചെയ്യുന്നത് അതിലേക്ക് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റത് ഞാൻ പറയാറില്ല, ഉപ്പിന് പകരം മുളകിടും, മുളകിന് പകരം ഉപ്പിടും, പഞ്ചസാരക്ക് പകരം ഉപ്പ് വാരിയിടും. ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ ലൈഫിൽ. ആകെപ്പാടെ ഹറി ബറി വറി. ഇതിപ്പോ ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ അറിയുന്നുണ്ട്. ഞാൻ ഉറങ്ങുകയാണെങ്കിൽ ഞാൻ ഉറങ്ങാൻ കിടക്കുകയാണെന്നുള്ള ഒരു ബോധമുണ്ട്. ഞാൻ ബസ്സിൽ കയറി ഇരിക്കണമെങ്കിൽ ബസ്സിലാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ബോധമുണ്ട്. എല്ലായിടത്തേക്കാണ് പോകുന്നത് എന്നുള്ളൊരു ബോധമുണ്ട്. പിന്നെ വർക്കാണെങ്കിൽ ചെയ്യുന്നു എന്നുള്ള ബോധത്തോടു കൂടിയാണ് ഏത് കാര്യം ഇപ്പൊ ചെയ്യുന്നത്. മറ്റത് അത് ചെയ്യുന്നത് എന്താന്ന് എനിക്കും അറിയില്ല, അത് പൂർത്തിയാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നിട്ട് എല്ലാവരെയും കുറ്റം പറയുക, എല്ലാവരെയും അപ്പൊ അതിൽ നിന്ന് എൻ്റെ മൈൻഡിന് എൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ട് തന്നെ എനിക്ക് ആത്മീയമായിട്ടുള്ള അറിവുകളും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും ക്ലാസ്സുകളും ഒക്കെ കേൾക്കാൻ ആ പൂർണ്ണതയിലേക്കുണ്ട്. ആ ഒരു ദിവ്യഭക്തിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നു. ആ കൃത്യസമയം ആകുമ്പോൾ നമ്മൾക്ക് ആ 5 മണി, ഇപ്പൊ നേരത്തെയാണല്ല, ആ 4:30 ആകുമ്പോഴേക്ക് എത്ര വൈകി കിടന്നു. ഇന്നലെ ഞാൻ മകളെ കൊണ്ടാക്കിയിട്ട് ഇന്നലെ മാം എന്നെ സംസാരിച്ചപ്പോ ഞാൻ നല്ല ഉറക്കിലായിരുന്നു ബസ്സിൽ. ആദർ മാം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചപ്പോ, മാം നാളെ മോളെ കൊണ്ട് വിടാനുണ്ട്, വിട്ടിട്ട് ഞാൻ തിരിച്ചു വരുന്നത് എപ്പോഴാന്ന് അറിയില്ല. ഞാൻ 12:30 മണിക്കാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ഞാൻ കൃത്യം 4:30 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു ക്ഷീണം എനിക്ക് അനുഭവപ്പെടുന്നില്ല. എനിക്ക് ആ ഉറക്കിന്റെ ആ ഒരു ക്ഷീണം എനിക്ക് കിട്ടുന്നില്ല. പക്ഷെ നമ്മള് എന്നോട് ഡോക്ടർ പറഞ്ഞത്, നിങ്ങൾ ഉറക്കം വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്, അതാണ് നിങ്ങളെ ബോഡി വീക്ക് ആവാനുള്ള കാരണം. പക്ഷെ ഞാന് എന്നും ഉറങ്ങുന്ന 5.5-6 മണിക്കൂർ ഉറങ്ങാനുള്ള, ഇവിടുന്ന് 5:30 ആണെങ്കിൽ ബസ്സിൽ നിന്ന് ഒരു അരമണിക്കൂർ 6 മണിക്കൂർ കിട്ടിയല്ലോ മതി. ആ രീതിയിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രയാസങ്ങളൊന്നും അനുഭവപ്പെടും. ഞാൻ ശരിക്കും എൻ്റെ ദൈവത്തിൻ്റെ എൻ്റെ മനസ്സിലേക്ക് കടത്തി വിടുന്ന രീതി, അതാണ് അവിടുന്ന് കിട്ടിയത്. ആ 3rd ഡയമെൻഷൻ അതാണ്. സെവൻത്ത് ഡയമെൻഷൻ. സോറി 7th ഡയമെൻഷൻ അതാണ്. സോറി റിയലി സോറി. ആ 7th നമ്മൾ കൊടുന്നു അതായിട്ട് ഇങ്ങനെ പോവാണ്. ഇടയ്ക്ക് നമ്മളെ കയ്യിൽ നിന്ന് തോന്നും നമ്മൾ അവിടെ നിന്ന് പിടിച്ചും ഇങ്ങോട്ട് തന്നെ കൊണ്ടുപോയി. കാരണം നമ്മൾ മനുഷ്യരാണല്ലോ, നമ്മളൊരു സമൂഹത്തിലാണല്ലോ ജീവിക്കുന്നത്. പലവരും പല പ്രശ്നക്കാരായിട്ട് നമ്മൾ എടുത്തിട്ട് വരാതിരിക്കില്ല. അവിടെ നമ്മളെ സേഫ് ചെയ്തോടെ നിർത്തണം, എന്നിട്ട് അവരെ പ്രശ്നം പരിഹരിക്കണം. ഞാൻ ഇവിടെ 7th ഡയമെൻഷൻ, എൻ്റെ അടുത്ത് ആരും വരണ്ടെന്ന് അറിയാൻ പറ്റൂലല്ലോ. അവരെ പ്രശ്നം നമ്മൾ പരിഹരിക്കണം. പരിഹരിക്കുമ്പോൾ നമ്മളൊരു ബൗണ്ടറി വെക്കും. ബൗണ്ടറി വെച്ചിട്ട് അവര് പ്രശ്നം പരിഹരിച്ച് അവരെ വിടും. പല പ്രശ്നങ്ങളും വരും. ഇടയ്ക്കിടയ്ക്ക് ഫാമിലി പ്രശ്നങ്ങളാണ് സ്കൂളിൽ വരെ രക്ഷിതാക്കളോട്. അതൊക്കെ നമ്മളൊരു ബൗണ്ടറി വെച്ചിട്ട് അവർ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. എന്നിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളും. അതായിരുന്നില്ല. ആദ്യം ആരെങ്കിലും എന്തെങ്കിലും വന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് എനിക്കുണ്ടല്ലേ, അത് എനിക്കുണ്ട്, എനിക്കതില്ല. അവർക്ക് ആ ലെവലിൽ പറഞ്ഞു കൊടുത്ത് അവരെ തിരുത്തുന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസങ്ങളോ ആചാരങ്ങളോ പ്രകാരം നമ്മുടെ മൈൻഡിന് ആ ഒരു ആത്മീയതയിലേക്ക് എന്തായിരുന്നല്ലോ, നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് അത് കടന്നു വരും. അത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല, ഇത് തെറ്റാണ്, എടുക്കാൻ പാടില്ല, അത് എനിക്ക് അർഹത ഇല്ല, ഇത് എനിക്ക് അർഹത ഉണ്ട്. ആ ഒരു ചിന്ത കിട്ടിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ഓക്കെ, അടുത്തൊരു കാര്യം മാമിനോട് ഫൈനലി ചോദിക്കാനുള്ളത്, ഈ ഒരു റിട്ടേൺസ് പ്രോഗ്രാമിൽ നമ്മൾ ചെയ്തതിന്റെ ഭാഗം മാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത്. പിന്നെ അതുകൊണ്ട് ഞാൻ ആ ചോദ്യം അധികം എടുത്തിരുന്നില്ല. എന്നാലും ജസ്റ്റ് ഒന്ന്
ഷെയർ ചെയ്യാം. അതായത് നമ്മുടെ അഡ്വാൻസ് പ്രോഗ്രാമിൽ നമുക്ക് കിട്ടുന്ന മറ്റൊരു വലിയൊരു ബെനിഫിറ്റ് ആണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് വർക്കൗട്ട് ആവുന്നു. കാരണം അതിലെ ടൂളുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ചില നമ്പറുകളുടെ മെത്തേഡുകൾ ഉണ്ടല്ലോ, ഓ നമ്പറുകൾ കൗണ്ട് കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന ചില സംഗതികൾ. അപ്പോൾ ആ ഒരു മെത്തേഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസിൽ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ സമയം എടുക്കുന്നത്. അത്രയും സമയം എടുത്തിട്ട് ചെയ്യുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. ബ്രെയിനെ ട്രെയിൻ ചെയ്യുന്ന ഈ ഒരു എക്സസൈസിലൂടെ കടന്നു പോയത് കൊണ്ട് തന്നെ പഴയ നിങ്ങൾ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ മറ്റു പല സ്ഥലത്തും മൈൻഡ് ആവാതെ മൈൻഡ്ഫുൾനെസ്സോട് കൂടിയിട്ട്, മനസാന്നിധ്യത്തോട് കൂടിയിട്ട്, കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എത്ര കണ്ട് നിങ്ങളുടെ തിങ്കിങ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് വർദ്ധിച്ചു, ശ്രദ്ധ എത്ര കണ്ട് കൂടി എന്നുള്ളത് എന്ത് തോന്നുന്നു, ഡിഫറൻസ് ഫീൽ ചെയ്ത്? അത് എനിക്ക് തോന്നുന്നു ഈ ഒരു തെറാപ്പി കൊണ്ടാണ്. കാരണം ഈ തെറാപ്പി നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു ടൂള്, ആ പ്രാക്ടീസ് എന്താണ് മാമിന്റെ ഒരു അഭിപ്രായം? അത് ശരിയാണോ? ആ ടൂള് അത് പെർഫെക്റ്റ് ആണ്. തോന്നിയിട്ടുണ്ടോ അങ്ങനെ? കാരണം ഞാൻ തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കുട്ടികൾക്ക് വരെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ കുട്ടികളിൽ മാറ്റം കാണുന്നു സ്കൂളിൽ. ഞാൻ ഈ ടൂൾ ആ പിള്ളേർക്ക് കൊടുത്തു. അവർക്ക് കൊടുത്തത് ഞാൻ അത്ര വലിയ എമൗണ്ട് കൊടുത്തില്ല, ചെറുത് കൊടുത്തു. ഉം. അപ്പോ അവർക്ക് അത് വളരെ മാറ്റം വരുന്നതായിട്ട് ടീച്ചേഴ്സ് ഇപ്പൊ എന്നോട് പറഞ്ഞു. ടീച്ചർ നല്ല ശ്രദ്ധ ഉണ്ട് കുട്ടികൾ എഴുതുമ്പോൾ. അവർ മറ്റേതെന്താ എഴുതുന്ന അവർക്ക് അറിയില്ലായിരുന്നു. ടീച്ചർ എന്താ അവർക്ക് കൊടുത്ത ടൂൾ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ, നിങ്ങൾക്ക് കൊടുക്കാം, നിങ്ങളും ചെയ്യും. എന്റെ ടീച്ചേഴ്സിന് ഞാൻ മീറ്റിംഗ് വെക്കുമ്പോൾ അവരെ കൊണ്ടും ചെയ്യിപ്പിക്കും, അവരുടെ മൈൻഡും സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി. ഞാൻ മാത്രം മാറിയാൽ പോരല്ലോ, എന്റെ ആളുകളാണല്ലോ അവരും മാറണല്ലോ. ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ട ആളുകളാണല്ലോ അവരും. അവർക്കും ഇന്ത്യയിൽ കിട്ടിയ അറിവുകൾ ഞാൻ കൊടുക്കും. അപ്പോ അത് കൗണ്ടിങ്, അതിന്റെ വ്യത്യസ്തങ്ങളുണ്ടല്ലോ. ഞാൻ എപ്പോഴും എടുക്കല് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കൗണ്ടിങ് ആണ്. കാരണം അവിടെയാണല്ലോ നമ്മളെ കോൺസെൻട്രേഷൻ പവർ കൂടുതൽ കിട്ടേണ്ടത്. Yeah. അപ്പൊ അതും പിന്നെ നമ്മൾ തന്നിട്ടുള്ള ഓരോ മെത്തേഡുകൾ ഉണ്ടല്ലോ, അത് ചെയ്യുമ്പോൾ നമ്മളുടെ നാവ് എങ്ങനെ വെക്കണം, ആ ഒരു തീമൊക്കെ അതൊക്കെ വെച്ച് അത് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. കാരണം നമ്മളെ മൈൻഡ് Yeah. കച്ചേരി മുദ്ര അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഞാൻ വേറെ സമയത്തും ബസ്സിലിരുന്ന് കച്ചേരി മുദ്രയുടെ കൗണ്ടിങ് ഡിസ്കൗണ്ട് അത് ചെയ്യാറാണ് പതിവ്. അതിന്റെ കൂടുതൽ തന്നിട്ടുള്ള ആ വേർഡ്സുകളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ബസ്സിലിരുന്ന് അങ്ങ് പോവാറുള്ളത്. ഒരു അരമണിക്കൂർ കിട്ടുമ്പോൾ അത് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകും. അപ്പൊ നമ്മളെ മൈൻഡ് എന്താവും, ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിന്നോളും. മറ്റേത് ഇതിങ്ങനെ കിടന്ന് മീന് വെള്ളത്തിൽ കിടന്ന് വഴിക്കുന്ന മാതിരിയായിരുന്നു മൈൻഡ് കിടന്ന് വഹിച്ചിരുന്നു. അപ്പൊ ഞാൻ അവിടെ നിന്നോളും. അങ്ങോട്ട് കടണ്ടെന്ന് പറഞ്ഞാൽ മൈൻഡ് ആണ്ട് പോവില്ല, അവിടെ നിർത്തും. മൈൻഡ് നമ്മളോട് ഇങ്ങനെ പറയും ചെയ്യണോ വേണ്ട. അത് നമ്മളോട് ഇങ്ങോട്ട് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇന്നലെ മിഞ്ഞാന്ന് വന്നിട്ട് ഒരു ടീച്ചർ ആ രജിസ്റ്റർ അവിടെ ചോദിച്ചു. അവര് ചെയ്യേണ്ട വർക്ക് ചെയ്യണം, ഏതാണ് രജിസ്റ്റർ, അത് അവിടെ നോക്ക്, അതിനകത്തുണ്ടോ നോക്കാം. എന്റെ ടീച്ചർ എത്ര പെട്ടെന്ന് അത് കിട്ടി. അത് കിട്ടും, എന്നോടത്തുണ്ടെന്ന് എനിക്കറിയാം, അതവിടെ കിട്ടും, നോക്ക്. മറ്റേത് അതല്ല, അൽമാറ മൊത്തം വെച്ചിട്ടല്ല ആ സാധനം കിട്ടൂല. എന്നിട്ട് പറയും നിങ്ങൾ എടുത്തു എന്ന് അവരെ കുറ്റം പറയും. ഞാൻ അടുത്ത് എവിടെയും വെച്ചിട്ടുണ്ടാവും. നമ്മളെ മൈൻഡ് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ തന്നെയാണ് എന്താണോ ഞാൻ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എവിടെ നിന്ന് എടുത്തു, എവിടെ വെച്ചു, ഡെയിലി ലൈഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി, വ്യക്തമായ മെമ്മറി ഭയങ്കരമായിട്ട് ഷാർപ്പായി അല്ലേ? എ ടു സെഡ് നമുക്ക് മാറാം. എ ടു സെഡ് നമ്മൾക്ക് എന്റെ IBS, ഞാൻ വന്ന സമയത്തിന്റെ IBSന്റെ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഗ്രേഡിലായിരുന്നു. ഈ സമയം വരെ ഞാനൊരു വെള്ളം കുടിച്ചിട്ടില്ല. എനിക്കൊരു പ്രശ്നവുമില്ല. നമ്മളെ മനസ്സാണല്ലോ IBS ഉണ്ടാക്കിയത്. അപ്പൊ അവനെ പിടിച്ച് കെട്ടിട്ടാ പിന്നെ IBS ഇല്ലല്ലോ. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എനിബഡി ഹാവ് എനി ക്വസ്റ്റ്യൻസ്? മാം ഇപ്പൊ ഏകദേശം ഒരു 1.5 മണിക്കൂറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളോട്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം.
എനി ക്വസ്റ്റ്യൻസ് ഓഡിയൻസിന് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദിച്ചു, ഞാൻ ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചു. ഇനി ഒരുപാട് ചോദിക്കാനുണ്ട്, ഇത് ചോദിച്ചാൽ തീരില്ല. കാരണം അഡ്വാൻസിനെ കുറിച്ച് അത്രയും കാര്യങ്ങളുണ്ടായിരുന്നു. 3 ദിവസത്തെ ഡിഫറെന്റ് എക്സ്പീരിയൻസുകളുണ്ട്. ഓരോന്നിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും അത്രയും പറയാനുണ്ടാവും. അപ്പം പിന്നെ പറഞ്ഞതുപോലെ തന്നെ വളരെ നല്ല രസകരമായ രീതിയിൽ മാം ഓരോ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതിനാദ്യം നിന്ന് ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ മാം ഫോർ കമ്മിങ് ഹിയർ ആൻഡ് ഗിവിംഗ് ദ സപ്പോർട്ട്. നമ്മുടെ സിൻസിയർ ആയിട്ട് തന്നെ പറയാം, ഹോണസ്റ്റ് ആയിട്ട് പറയണം, നമ്മുടെ ഈ ഒരു കോഴ്സ് ഒരുപാട് പേരിലേക്ക് എത്തണമെന്ന് തീർച്ചയായിട്ടും ജെനുവൻലി ഞാനും എൻ്റെ ടീം മെമ്പേഴ്സും ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഓരോ ശ്രമങ്ങളും നമ്മൾ നടത്തുന്നത്. തീർച്ചയായിട്ടും അതിൽ നമ്മളുടെ കൂടെ വന്ന് ഇത്രയും ജെനുവിനായിട്ട് നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ ഒരു സ്റ്റോറി ഷെയർ ചെയ്യാൻ കാണിച്ച ഒരു വലിയ മനസ്സ് പലരും കാണിക്കാത്തൊരു കാര്യമാണ്. ഇത്രയും ഡെപ്തിലും ആ ഒരു സിൻസിയറായിട്ടും ജെനുവിനായിട്ടും നമ്മളും അതുപോലെ തന്നെ തിരിച്ച് നിങ്ങളെ നമ്മുടെ ഓരോ മെമ്പേഴ്സിനെയും ഹീൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പൊ മാമിന്റെ ആ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഷെയറിങ്, സ്റ്റോറി ഷെയറിങ്ങിന് മനസ്സറിഞ്ഞ് നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച് ഫോർ, ബിക്കോസ് ദിസ് ഇസ് എ ലോട്ട് ആൻഡ് ദിസ് ഈസ് ദ സപ്പോർട്ട് വി നീഡ്. ഇങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ആ സപ്പോർട്ട് മാം തരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്, സിൻസിയർ ആയിട്ട് പറയാണ്. ഇനി മറ്റൊരു കാര്യം, ആർക്കെങ്കിലും എനിക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. മാം എന്ത് ചെയ്യും, ആൻസർ ചെയ്യും. ഇവിടെ ആ ഒരു ചാറ്റിൽ എന്തോന്ന് എഴുതി വിട്ടിട്ടുണ്ട്. താങ്ക് യു മാം. ഓക്കെ, നല്ലൊരു സീനത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. താങ്ക് യു മാം ഫോർ ഗിവിംഗ് സച്ച് എ ക്ലാരിറ്റി. അപ്പൊ മാം ഇന്ന് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഒരു വലിയൊരു കാര്യമാണ്. പല ആൾക്കാർക്കും ഈ ഒരു പ്രോഗ്രാം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരു ചോദ്യങ്ങളും ക്ലാരിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഒരു വലിയൊരു ധൈര്യമാണ് ഇന്ന് മാമിന്റെ ഈ ഒരു സെഷനിലൂടെ കിട്ടിയിട്ടുണ്ടാവുക. ഒരുപാട് പ്രതീക്ഷയാണ്. പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളിലൂടെ വെള്ളുന്നുണ്ടാവാം. അത് മാനസികമാവാം, ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളാവാം, ശാരീരികമാവാം, സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാവാം, ബന്ധങ്ങളുടെ കാര്യങ്ങളാവാം. എല്ലാത്തിനും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് നമുക്കിവിടെ ഡിസൈൻ ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാനും വലിയ സന്തോഷത്തിലാണ്. കാരണം ഇതിനു മുൻപ് ഞാൻ മൈൻഡ് പവർ എന്ന് പറയുന്ന കോഴ്സ് ഡിസൈൻ ചെയ്ത, പക്ഷെ മൈൻഡ് പവർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇത്രയും ആഴത്തിൽ, ഇത്രയും ഡെപ്തിൽ, ഇത്രയും സ്പെസിഫിക്കലി ടാർഗറ്റഡ് ആയിട്ട് പ്രോബ്ലംസിനെ സ്പെസിഫിക്കലി ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമായിട്ട് അത് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് പറയുമായിരുന്നില്ല. കാരണം തീർച്ചയായിട്ടും അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്, ക്വാളിറ്റിയുടെ സംഗതികളുണ്ട്. അതിലും ഈ പറഞ്ഞ ഫർഗീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ ഉണ്ടെങ്കിലും EFTയിലുള്ള ആ ഒരു റൂട്ട് കോസ് കണ്ടെത്തിക്കൊണ്ട് ഒരു കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കളയുന്ന ഒരു സൊല്യൂഷൻ അതിലില്ല. അതെനിക്ക് ഇന്നും ഇപ്പോഴും പറയാൻ പറ്റും. എന്നും ഞാൻ പറയുന്നൊരു കാര്യമാണ്. ഡെഫിനറ്റ്ലി അതൊരു ബേസ് ലെവൽ മൈൻഡ് പവർ ഈസ് എ ബ്യൂട്ടിഫുൾ കോഴ്സ്. ഒരു കുറച്ചുകൂടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റിങ്ങിലും നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഹീലിങ്ങിന് അത് ഗുണമാവുന്നുണ്ടെങ്കിലും ഹീലിംഗ് ആക്ച്വലി എന്താണ് ഹീലിംഗ്, എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് നമ്മളുടെ മൈൻഡ് റീപ്രോഗ്രാമിങ് ശരിക്കും എങ്ങനെ ചെയ്യാൻ പറ്റും, അത് ഇത്രയും ഡെപ്തിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം, അത് നമ്മളുടെ ഈ ഒരു പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം തന്നെയാണ്. EFT എന്ന് പറയുന്ന പ്രോഗ്രാം തന്നെയാണ്. അതിൻ്റെ ഒരു ടാപ്പിംഗ് എന്ന് പറയുന്ന ടൂളാണെങ്കിലും അതിനെ അഡ്വാൻസ് ലെവലിലേക്ക് കൊണ്ടുപോയിട്ടും ഫർദർ ലെവലിൽ നമ്മളിപ്പം പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷം പിന്നെ നമുക്കൊരു സ്പിരിച്വൽ പവർ, നമ്മുടെ യഥാർത്ഥ പവർ തിരിച്ചറിയുക എന്ന് പറയുന്നു. നമ്മളെ ഒന്നുകൂടെ എലിവേറ്റ് ചെയ്യുന്ന, നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള പ്രോഗ്രാമാണ് ഈ പറഞ്ഞിരിക്കുന്ന അഡ്വാൻസ് പ്രോഗ്രാം. സോ പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ള എല്ലാവരെയും എന്ത് ചെയ്യണം, ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. അടുത്ത ബാച്ച് ആരംഭിക്കുകയാണ്. അടുത്ത ബാച്ച് ഈ പറഞ്ഞ 2, 3, 4 തീയതികളിൽ നടക്കുകയാണ്. ഓൾറെഡി ബേസിക് ചെയ്യാത്ത ആൾക്കാർക്കും ഇതിലേക്ക് വരാം. ഇതിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു ഷിഫ്റ്റ് എന്തായാലും സംഭവിക്കും. കാരണം അവിടെ വന്നിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതിൽ പഠിപ്പിക്കുന്ന ടൂളുകൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. രണ്ട് കോഴ്സാണ്. പക്ഷെ രണ്ട് കോഴ്സാണെങ്കിൽ ഒന്ന് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. എനിവേ, ഇത്രയും നേരം ഇന്ററാക്ട് ചെയ്തതിന്, സംസാരിച്ചതിന് മാമിന് നന്ദി അറിയിക്കുകയാണ് എല്ലാവരോടും. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ പറയൂ. അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? മാമിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് ഇറ്റ്? ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഷെയർ? മാമിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ഫീഡ്ബാക്കുകൾ പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് കമന്റ്. ഇത്രയും നേരം കേട്ടിരുന്നല്ലോ നിങ്ങൾ. കേട്ടിരുന്നുണ്ട്, ഇതിൽ ആ കേട്ടിരിക്കാനുള്ള ക്ഷമയുണ്ട് നമുക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയെന്ന് വിചാരിക്കുന്നു. യെസ്, സുബിത മാമിന് ഒരുപാട് പേര് താങ്ക്സ് അറിയിക്കുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? വോയിസിൽ പറഞ്ഞോളൂ. യെസ്.
ആരോ ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ. കിബി TM എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, താങ്ക് യു എവറി വൺ. നിങ്ങളെല്ലാവരും സെഷൻ എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു. താങ്ക് യു മാം. ഓക്കെ, ഒരുപാട് സൽമ പറയുന്നു താങ്ക് യു മാം, അമേസിംഗ് സെഷൻ, താങ്ക് യു സോ മച്ച് എന്ന് പറയുന്നു അസ്മ. ആൻഡ് വി ഹാവ് നുസ്രത്ത്, താങ്ക് യു മാം, താങ്ക് യു. നുസ്രത്ത് മാം നമ്മുടെ കോഴ്സിലുണ്ടായിരുന്ന ആളാണ്. മാമിന് കുറച്ചുകൂടി ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടാകും. ഓക്കെ, ഒരുപാട് പേര്. മൊഹസിന പറയുന്നു താങ്ക് യു മാം. ഓക്കെ, അപ്പോൾ പറഞ്ഞതുപോലെ വൺസ് അഗെയിൻ താങ്ക് യു മാം. ഇനി മാമിന് ഫൈനലായിട്ട് താങ്ക് നോട്ടിൽ യു. എന്തെങ്കിലും പറയണമെങ്കിൽ പറയും, ധൃതി അവസാനിപ്പിക്കാം. എല്ലാവർക്കും എൻ്റെ ശബ്ദം കേട്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള, എന്നിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതുപോലെ എല്ലാവരുടെ ജീവിതത്തിലും സമാധാനവും സന്തോഷവും ഹാപ്പിനെസ് എന്നും നിലനിർത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഇതിനുവേണ്ടി എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോഴും വെച്ചാൽ എന്നേക്കാൾ കുഞ്ഞാണ് ഹാജറ മാം. പക്ഷെ എന്നെ ഒരു എന്താ പറയാ, ആ ഒരു ടച്ച് എനിക്ക് വല്ലാതെ എന്നെ ഹേർട്ട് ചെയ്യുന്ന മാമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഉമ്മ കഴിഞ്ഞാൽ പിന്നെ ആ 2ാം സ്ഥാനത്ത് നിർത്തിയിട്ടുള്ള ഹാജറ മാം. നമുക്ക് എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്ത് ചോദിച്ചാലും എന്ത് കാര്യത്തിൽ മാം എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും എനിക്ക് അതിന്റെ എന്നോടൊപ്പം നിൽക്കുന്ന ഒരു എന്താ പറയാ, എനിക്ക് വാക്കുകളില്ല. എൻ്റെ മെന്റർ ആയിരുന്നത് ആയിഷ മാം ആയിരുന്നു. മാം ഇപ്പൊ എന്തോ ലീവാണെന്ന് കേട്ടു. പക്ഷെ എനിക്ക് ഇപ്പോ എന്നോടൊപ്പം എൻ്റെ എല്ലാ കാര്യത്തിലും, എനിക്ക് എപ്പോഴും സംശയങ്ങളാണ്. ഇപ്പോഴും ഞാൻ സംശയം ചോദിക്കും ഏത് നിമിഷവും. ഇന്നലെ രാത്രി ഞാൻ മാമിക്ക് സംശയം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഡൗട്ടുകൾ ഇങ്ങനെ ക്ലിയർ ചെയ്ത് ഇങ്ങനെ പോകണം, മനസ്സിൽ വെച്ച് നിൽക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് അതിനുള്ള മറുപടിയും അതിനുള്ള ടൂൾസും നമുക്ക് അപ്പൊ തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ എന്നെ കൈപിടിച്ച് എന്നോടൊപ്പം നിന്ന് എന്നെ ഈ ലെവലിലേക്ക് എത്തിച്ചത് മാമാണ്. അപ്പൊ മാമിന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ എല്ലാവിധ താങ്ക്സ് അല്ല, സ്നേഹോപഹാരമാണ് ഞാൻ നൽകുന്നത്. മാഷാ അല്ലാഹ്. എനിക്ക് എൻ്റെ തിരിച്ചറിവിലേക്കും എൻ്റെ ലൈഫിനെ മാറ്റിമറിക്കുന്നതിനും എൻ്റെ നാളത്തെ ജീവിതത്തെ എന്നെ ധന്യമാക്കുന്നതിനും ഒരു വേദി തന്ന ഈ അക്കാദമിയോടും പ്രിയപ്പെട്ട എൻ്റെ അധ്യാപകനാണല്ലോ ഷാബ് സാർ. ഈ പ്ലാറ്റ്ഫോം എന്നും എല്ലാവർക്കും നല്ല ഒരു ഗുണമേന്മയുള്ള പ്ലാറ്റ്ഫോമായിട്ട് നിലനിൽക്കട്ടെ. ഇതിൽ വരുന്ന എല്ലാവരുടെയും ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥനയും അതോടൊപ്പം പ്രവർത്തനവും. ഇത് കിട്ടുന്ന അറിവിനെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിവിടെ കിട്ടുന്ന ടൂൾസ് വെറും തെറാപ്പിയാണ്. തെറാപ്പി ചെയ്യാതെ നമ്മൾ കേട്ടിരുന്നാലും ഒന്നും നമുക്ക് മാറ്റങ്ങൾ വരില്ല. നമ്മൾ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞത് തെറാപ്പിയാണ്. നമുക്ക് കിട്ടുന്ന എല്ലാ തെറാപ്പികളും നമ്മൾ കൃത്യമായിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട്, നമുക്കാണല്ലോ നമുക്ക് വേണ്ടത്, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെച്ച് എന്ത് പ്രതിസന്ധിയിലും അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തി ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളുടെ ലൈഫിൽ നല്ല മാറ്റങ്ങൾ വരും. ഇവര് നമ്മോടൊപ്പം ഉണ്ട്, അതാണല്ലോ സിൽവർ. ഞാനൊക്കെ ആദ്യം EFT കഴിഞ്ഞപ്പോ ഇനി ഇവരെ സപ്പോർട്ട് കിട്ടാതെ പോകും ഇല്ല, അവിടുന്നാണ് പെട്ടെന്ന് നമ്മൾ അഡ്വാൻസിലേക്ക് പോകുന്നത്. അഡ്വാൻസ് തീരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സിൽവർ മെമ്പർഷിപ്പ് കിട്ടുകയാണ്. പിന്നെ ലൈഫ് ലോങ് അല്ല മെമ്പർഷിപ്പ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവര് നമ്മോടൊപ്പം ഉണ്ട്. ഒരു സമൂഹത്തിന് സ്നേഹവും വാരിക്കോരിത്തരാൻ, അങ്ങനെ ഞാൻ പറയുന്നത്, നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോലും കിട്ടാത്ത വാക്കുകളും സ്നേഹങ്ങളും ഈ ഒരു ഫോണിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പിന്നോട്ട് പോകില്ല. അപ്പൊ മാഷാ അല്ലാഹ്, ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന പടച്ച റബ്ബിനെ ഞാൻ ഓർക്കുകയാണ്. ഇത് നിലനിന്ന് പോവട്ടെ. ആയുസ്സും ആരോഗ്യം ആഫിയത്തും ഇതിന്റെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും 1000 നന്ദി. മാഷാ അല്ലാഹ്. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ മാം, താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ ആൻഡ് ഷെയറിംഗ് ദ സ്റ്റോറി. ഇറ്റ് വാസ് സോ ഇൻസ്പയറിംഗ്. ഞങ്ങൾക്ക് ഒരു വലിയൊരു പ്രചോദനമാണ് മാമിൻ്റെ വാക്കുകൾ. ഞങ്ങൾക്കതൊരു ഉത്തരവാദിത്തമാണ്. ഇതെല്ലാമാണ് നമ്മളൊരു ഒരു അവാർഡൊക്കെ ലഭിക്കുന്ന പോലെയാണ് ഇപ്പോൾ നമുക്കിത് ഈ ലാസ്റ്റിലെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് ഇനിയുള്ള ഉത്തരവാദിത്തങ്ങൾ, ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് മുറുകെ പിടിക്കാൻ, കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രചോദനമായിട്ട് ഞങ്ങൾ കൊണ്ടു നടക്കും.
തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഡിസൈൻ ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഒരു നല്ലൊരു ഇക്കോസിസ്റ്റം ഒരുപാട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട ഒരു ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിന് ഇനിയും ഇൻസ്പേസ് അക്കാഡമി മുന്നോട്ട് പോകും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞു. ഇത്രയും നേരം ഈ വാക്കുകൾ കേട്ട് ശ്രവിച്ച് ഈ സെഷനിൽ ഇരുന്ന നമ്മുടെ കൂടെ നിന്ന ഇത്രയും ആൾക്കാർക്ക് എല്ലാവർക്കും ജെനുവൻലി താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. നിങ്ങളിവിടെ വന്നതിനും അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഷെയർ ചെയ്യാൻ പറ്റിയതിനും എല്ലാത്തിനും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി വൈൻഡപ്പ് ചെയ്യാം. വളരെ വണ്ടർഫുൾ സെഷൻ, വളരെ ബ്യൂട്ടിഫുൾ സെഷൻ. ഒരുപാട് പേര് തീർച്ചയായിട്ടും അഡ്വാൻസ് പ്രോഗ്രാമിലേക്ക് ഈ ഒരു സെഷൻ കേട്ട് ഇൻസ്പയർഡ് ആയിട്ട് വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. തീർച്ചയായിട്ടും അതിന് അവസരമുണ്ടാകട്ടെ. അതേപോലെ തന്നെ മാം കാരണം അത്രയും ആൾക്കാരുടെ ലൈഫ് ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ അത് മാമിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ. ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സാധിക്കട്ടെ. സ്കൂള്, മറ്റുള്ള കാര്യങ്ങൾ, കുട്ടികളെ നല്ല രീതിയിൽ വാർത്തെടുക്കുന്നതിന് പുതിയ തലമുറയിലേക്ക് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. മാതാപിതാക്കളെ ചേഞ്ച് ചെയ്യുക, അതേപോലെ ഗുരുക്കന്മാരെ അധ്യാപകന്മാരെ ചേഞ്ച് ചെയ്യുക. ഒരു സ്കൂളിലെ പ്രിൻസിപ്പൾ തന്നെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ വന്നിട്ട് ചേഞ്ച് ആയി എന്നിട്ട് ആളുടെ ഒരു ക്യാരക്ടർ ചേഞ്ച് ആകുമ്പോൾ കുട്ടികൾക്ക് അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന അഡ്വാൻസ്ഡ് ടൂളുകൾ അവരുടേതായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് പഠിപ്പിച്ചു കൊടുത്ത് അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളൊക്കെ കുട്ടികളായിരുന്നു, നമുക്കൊക്കെ സംഭവിച്ചു, നമ്മളൊക്കെ വേദന അനുഭവിക്കപ്പെട്ടതും ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മുടെ ആ പ്രായത്തിലുള്ള കുട്ടികളെയാണ്. ആ കുട്ടികളെ ഇന്ന് രക്ഷിക്കാൻ, നമുക്ക് ഇനി വരുന്ന തലമുറയിലെ കുട്ടികളെ രക്ഷിക്കാൻ നമ്മുടെ ഈ ഒരു കോഴ്സ്, ഇൻസ്പേസ് അക്കാഡമിയിൽ ഈ ഒരു കോഴ്സ് ഭാഗമായി എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് അച്ചീവ്മെന്റ് വി ഹാവ്, ദാറ്റ് ഈസ് എ ഗിഫ്റ്റ്. ആ മക്കൾക്ക് നൽകാൻ കഴിയുന്ന ഞങ്ങളുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ് അതാണ്. ആൻഡ് ഐ എം റിയലി 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 താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ എന്താ പറയുക ഇത് അച്ചീവ് ചെയ്യാൻ സാധിച്ചതിൽ, ഇതിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ. അതേപോലെ തന്നെ ടീം മെമ്പേഴ്സ്, ഹാജറ മാം ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ടീം മെമ്പേഴ്സ് ആയിക്കോട്ടെ, ഇവരെല്ലാവരും വളരെ ജെനുവൻലി നമ്മളെ ഇതിന്റെ പുറകിൽ നിന്ന് പ്രവർത്തിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടീം മെമ്പേഴ്സിന് ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. കാരണം ഇത്രയും വലിയൊരു ഇമ്പാക്ട് നമ്മുടെ ഷെയർ ചെയ്തിട്ടുള്ള സ്റ്റോറി, ഇതിൽ ഈ ഒരു ഇമ്പാക്ട്, അതിൻ്റെ ഒരു പവർ കേട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് ഓരോ CC എന്ന് പറയുന്ന കോഴ്സ് കൗൺസിലേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരടക്കം, മെന്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരടക്കം, മറ്റുള്ള ഓപ്പറേഷൻസിലും അതേപോലെ മാർക്കറ്റിങ്ങിലും ഒക്കെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അടക്കം ഓരോരുത്തരുടെയും റോളിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് ഈ ഒരു പ്രോഗ്രാം ഈ രൂപത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റിയത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ദ ക്രെഡിറ്റ് ഗോസ് ടു ദ ടീം. താങ്ക് യു ടീം ഫോർ മേക്കിംഗ് ദിസ് ഹാപ്പൻ. വി ഹാവ് എ ലോങ് ജേർണി ടു ഗോ, വി ഹാവ് എ ലോങ് വേ ടു ഗോ അഗെയിൻ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷനിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എസ്പെഷ്യലി വൺസ് അഗെയിൻ സുബേദ മാം, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ഷെയർ. താങ്ക് യു എവരിവൺ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വാട്ട് എ വണ്ടർഫുൾ സെഷൻ. ഒരുപാട് പേര് ഇതാ പറയുന്നു. യെസ്, യു ആർ വെൽക്കം. താങ്ക് യു. ആരാണോ താങ്ക് യു പറഞ്ഞത് പ്രത്യേകം നന്ദി അറിയിക്കാൻ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞത്. യെസ്, മെമുന മാം, താങ്ക് യു സോ മച്ച്. മെമുന മാം ഒക്കെ വലിയ ചേഞ്ച് ഉണ്ടായിട്ടുള്ള ഒരാളാണ്. സുബിത മാം ഒരു സ്റ്റേജിൽ നിന്ന് ഭയങ്കരമായിട്ട് ചേഞ്ചിലേക്ക് വന്ന ഒരാളാണ്. സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു ജോലി അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു വരുമാന മാർഗത്തിലേക്ക് എത്തി. ഇന്നും എല്ലാ ദിവസവും ക്ലാസ് കേട്ടിരിക്കുന്ന രാവിലെ അങ്ങനെ ഒരു വരുമാന മാർഗത്തിലേക്ക് എത്തി. അതിനുള്ളൊരു ഊർജ്ജം ഉണ്ടായി, ധൈര്യമുണ്ടായി, തീരുമാനമെടുക്കാനുള്ളൊരു കപ്പാസിറ്റി എത്തി. അങ്ങനെ ഇപ്പോൾ ഒരു ജോലി ചെയ്ത് വരുമാനത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നു. മാമിന് നമ്മുടെ പ്രോഗ്രാം വരുന്ന സമയത്ത് നമ്മൾ ഫ്രീ എൻട്രി ആണ് കൊടുക്കാറുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ടീം മെമ്പേഴ്സിനോട് പറയും, നമുക്ക് ഫ്രീ എൻട്രി കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം എൻ്റെ ടീം മെമ്പേഴ്സ് പറയും, സാർ എന്താ അങ്ങനെ, അതൊരു ഐശ്വര്യമാണെന്ന് പറയും. ഓക്കെ, അത് നമുക്കൊരു നല്ല കാര്യമാണ് എന്ന് പറയാം. താങ്ക് യു എവരിവൺ ഫോർ ജോയിനിങ് ആൻഡ് ബീയിങ് വിത്ത് us. എന്തായാലും എന്ന് പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ട് ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയാ പ്രോഗ്രാമിൽ സ്ഥിരമായിട്ട് കേട്ട് പങ്കെടുത്ത് ആ ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. ഇൻസ്പയറിംഗ് ഫിഗറാണ്. ഒരു ദിവസം നമുക്ക് തീർച്ചയായിട്ടും അവരെയും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇൻവൈറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ. താങ്ക് യു എവരിവൺ. ബാക്കി എന്ത് ചെയ്യാം, നല്ലൊരു ദിവസം നേരുന്നു. 2, 3, 4 തീയതികളിൽ അഡ്വാൻസ് പ്രോഗ്രാമിൽ കാണാം. താങ്ക് യു. Good night. Sorry, have a great day.